കർത്താവിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്റ്റ് ബ്ലസ്സസിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ആയിരിക്കുന്നത് ഡോക്ടർ സന്ദീപ് ബി അവർകളാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ഇന്ന് പ്രിയ സാറിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. CMC വെല്ലൂരിൽ തൻ്റെ സൈക്കാട്രി പഠനമെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കൊല്ലം കരുനാഗപ്പള്ളിയിൽ വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സൈക്കാട്രി വിദഗ്ധനാണ് പ്രിയ സാറ്. പ്രിയ സാറിലൂടെ തൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ദൈവം നടത്തിയ വിധങ്ങളൊക്കെ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. സാറേ, നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? അതെ, എൻ്റെ പേര് ഡോക്ടർ സന്ദീപ്. ഞാൻ ഇവിടെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് ജനിച്ച് വളർന്നത്. ഒരു ഹൈന്ദവ നായർ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർന്ന് കഴിഞ്ഞ 26 വർഷമായിട്ടാണ് ഈ ഒരു യേശുകർത്താവിലുള്ള ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരു തുടക്കം കുറിച്ചതിൻ്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ, സൈക്യാട്രിസ്റ്റ്. ഇവിടെ സ്വന്തമായിട്ട് എൻ്റെ വീട്ടിൽ തന്നെയാണ് ക്ലിനിക്കുള്ളത്. ഇവിടെ അടുത്തുള്ളൊരു പേൾ ഹോസ്പിറ്റലിൽ പേഷ്യൻസിനൊക്കെ അഡ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. സാറ് പറഞ്ഞതിൽ CMC വെല്ലൂരിൽ നിന്നായിരുന്നു MD-യും DPM ഒക്കെ കഴിഞ്ഞ് 2018 നാട്ടിലോട്ട് വന്ന് ഇവിടെ സ്വന്തം ക്ലിനിക്കുമൊക്കെ ആയിട്ട് ഇവിടെ മനസ്സിൻ്റെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒത്തിരി പേർക്ക് കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആതുരസേവനത്തിലായിരിക്കുന്നു. സാറ് രക്ഷിക്കപ്പെട്ട ഒരു നായർ കുടുംബത്തിൽ നിന്നാണല്ലോ ഈ രക്ഷയിലേക്ക് വരാനിടയായ സാഹചര്യം. കാരണം അത്രയ്ക്കും അധികം ഒരു വിശ്വാസത്തിൽ ജീവിച്ചിട്ട് ഈ യേശുവിലേക്ക് വരുവാനിടയായ സാഹചര്യത്തിൽ ഒന്ന് വിശദീകരിക്കാം. പറഞ്ഞതുപോലെ വളരെ ഒരു അമ്പലഭക്തിയും അതുപോലെ വളരെ കൺസർവേറ്റീവായിട്ടുള്ളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. കൊച്ചുനാൾ മുതലേ അമ്പലങ്ങളും അതുപോലെയൊക്കെയുള്ള സഹസ്രനാമ ജപങ്ങളും ഒക്കെ ഞാൻ രാവിലെയൊക്കെ കൊച്ചുനാട്ടിൽ രാവിലെയൊക്കെ എഴുന്നേറ്റ് വിഷ്ണു സഹസ്രനാമങ്ങളൊക്കെ ജപിക്കുമായിരുന്നു. വൈകിട്ട് ലളിത സഹസ്രനാമം ജപിക്കുമായിരുന്നു. അങ്ങനെ വിവേകാനന്ദൻ്റെ തത്വചിന്തകൾ, അമൃതാനന്ദമയോടുള്ളൊരു ഭക്തി, പിന്നെ ഭഗവത്ഗീതയെക്കുറിച്ചുള്ള അതിൻ്റെ പഠനങ്ങൾ, പോസിറ്റീവ് തിങ്കിങ്, ട്രാൻസെൻഡൽ മെഡിറ്റേഷൻ, പോസിറ്റീവ് തിങ്കിങ്, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ വായിക്കുകയും എഴുതുകയും അങ്ങനെയൊക്കെ സ്കൂൾ തലത്തിൽ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3ാം ക്ലാസ്സൊക്കെ മൂന്നാം ക്ലാസ്സിലൊക്കെ നമ്മൾ കളിച്ച് നടക്കുന്ന പ്രായത്തിൽ തന്നെ ഒരു ദൈവോന്മുഖമായിട്ടുള്ളൊരു സത്യത്തെ അന്വേഷിക്കാനുള്ള ഒരു പലതരത്തിലുള്ള തത്വചിന്തകളും കാര്യങ്ങളുമൊക്കെ ഓരോ പുസ്തകങ്ങളുമൊക്കെ വായിച്ച് അമ്പലങ്ങളിലൊക്കെ ചെന്ന് നമ്മൾ വിഗ്രഹങ്ങളെ വണങ്ങുമ്പോഴും അതിലുപരിയായിട്ടുള്ള ഒരു സത്യമായിട്ടുള്ള ഒരു ദൈവം ഉണ്ടെന്നുള്ളൊരു എല്ലാത്തിലുപരി സ്രഷ്ടാവായൊരു ദൈവത്തെ അറിയണം, ആ ദൈവമായിട്ടുള്ളൊരു കണക്ഷനിലേക്ക് വരണം എന്നുള്ളൊരു ഉള്ളാലൊരു ദാഹവും അപ്പോഴേ ആ ഒരു ചിന്ത അത് ദൈവം തന്നെ തന്നൊരു ഒരു ഒരു സീക്കിംഗ് ഹാർട്ട് എന്നുള്ളതേ ഉള്ളൂ. നമുക്കായിട്ട് ഒരിക്കലും അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഈ ഓരോ തത്വചിന്തകളും കാര്യങ്ങളൊക്കെ സ്കൂൾ തലത്തിൽ തന്നെ ഞാനിങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വായിക്കുകയും, ഞാനൊരു കാത്തലിക് സ്കൂളിലാണ് പഠിച്ചത്. ഇവിടെ ചവറ ലൂർദ് മാതാ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അവിടെ ഈ എന്തെങ്കിലുമൊക്കെ വചനങ്ങളൊക്കെ അന്നേ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ നമുക്കൊരു ക്രിസ്ത്യൻ സോങ്സിനോടും കർത്താവിൻ്റെ വചനങ്ങളോടൊക്കെ ഒരു ആകർഷണം ഉണ്ടായിരുന്നു. അപ്പോൾ മത്തായി 11:28 അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവരുള്ളവർ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരൂ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അല്ലെങ്കിൽ കർത്താവ് പറയുന്ന ഓരോ വാക്യങ്ങൾ ലൂക്കോസ് 6:27-28 ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുവിൻ, അതെ. അപ്പോൾ അതുവരെ തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും സിമ്പിളാണ്, ആർക്കും മനസ്സിലാവും. പക്ഷേ അത് ഏറ്റവും ആഴത്തിലുള്ളതാണ്, ഏറ്റവും പ്രൊഫൗണ്ട് ആയിട്ടുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള അതുപോലുള്ള നമ്മുടെ ഉള്ളിലേക്ക് തറച്ചു കയറുന്ന വചനങ്ങൾ, വാക്യങ്ങൾ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ആകർഷണം ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ മതത്തിലും വിശ്വാസത്തിലൊക്കെ തന്നെ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എന്നാൽ എന്തോ ഇതിലോട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു ആകർഷണം പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ സാധിക്കത്തില്ലെന്ന് കർത്താവ് യോഹന്നാൻ 6-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അതിൻ്റെ ആകർഷണം അന്നേ ഉണ്ടായിരുന്നു. ഈ സ്നേഹസേന എന്നൊക്കെ പറഞ്ഞ് കാത്തലിക് സ്കൂളിലൊക്കെ കിട്ടുന്ന ഈ ചെറിയ ക്രിസ്ത്യൻ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അന്ന് വേറെ ആരും ക്രിസ്ത്യൻ സ്റ്റുഡൻസ് പോലും ആരും വായിക്കുന്ന ബോധം ചെയ്തില്ല. പക്ഷേ ഞാനതെല്ലാം വായിക്കുകയും അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ വായിക്കുന്ന അതിൻ്റെ കൂടെ തന്നെ ഈ ഹൈന്ദവമായിട്ടുള്ള തത്വചിന്തകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ അങ്ങനെ കവിതകളൊക്കെ എഴുതും. സ്കൂൾ തലത്തിൽ അങ്ങനെ കവിത എഴുതി ആ 10ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് കവിതാ രചനയ്ക്ക് അവിടെ സ്റ്റേറ്റ് ലെവലിൽ A ഗ്രേഡ് 3rd പ്രൈസ് കിട്ടിയതൊക്കെ അതെ. അങ്ങനെ കുറച്ച് അങ്ങനെയൊക്കെയുള്ള ആ ഒരു തലത്തിൽ അങ്ങനെ പോയി. അങ്ങനെയുള്ള ഒരാളെ ആ കർത്താവ്
കണ്ടുവച്ചത്. സാറ് പറഞ്ഞല്ലോ ഈ സ്കൂൾ കാലയളവിലാണ് യേശുവിനെ കുറിച്ച് കുറച്ച് കൂടുതലായിട്ടൊക്കെ അറിയുവാനും മനസ്സിലാക്കുവാനും ഇടയായത്. എപ്പോഴാണ് യഥാർത്ഥമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടർ യേശുവുമായിട്ട് ഉണ്ടായതെന്ന് വിശദീകരിക്കാമോ? അത് സെക്കൻഡ് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്, സെക്കൻഡ് പ്രീ ഡിഗ്രി അവസാനിക്കാറുന്ന സമയത്ത് ശരിക്കും ഒരു ബോണഗിയൻ എക്സ്പീരിയൻസ്, ഒരു വീണ്ടും ജനനത്തിൻ്റെ ഒരു രക്ഷയുടെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ, നമ്മളൊന്ന് തകർക്കപ്പെട്ടാലേ കർത്താവിന് തന്നെ വെളിപ്പെടുത്താനൊക്കെ ഉള്ളല്ലോ. ഇപ്പം പൗലോസ് അപ്പോസ്തലൻ ശൗല് പൗലോസ് ആവുന്നതിൻ്റെ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ വായിക്കുന്നത്, ശൗലൊന്ന് ആ ഡമാസ്കോസിലോട് പടിവാതിക്കൽ വെച്ചൊന്ന് വീണു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉടയ്ക്കപ്പെടുന്നൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, കർത്താവ് ഇത് ജ്ഞാനികളെയും വിവേകികളെയും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ ശിശുവിൻ്റെ ഒരു തരത്തിലേക്ക് നമ്മളൊരു റിസപ്റ്റീവ്നെസ്, ഒരു ഹെൽപ്ലെസ്നെസ്, ഒരു നിസ്സഹായതയിലോട്ട് വരാനായിട്ട് ദൈവം പല സാഹചര്യങ്ങളും ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് വന്നു. പല ഇതിലൂടെയും ദൈവം ചിന്തിക്കാൻ ഇടയാക്കി എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഒരു ചെറിയൊരു മേജറായിട്ടുള്ളൊരു പെട്ടെന്നൊരു ബ്രേക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് 10th സ്റ്റാൻഡേർഡിൻ്റെ റിസൾട്ട് വരുമ്പോൾ, SSLC റിസൾട്ട്. ഞാൻ അവിടെ ഇവിടെ ചവറ ലൂതുമാത സ്കൂളിൽ കൊച്ചുനാൾ മുതൽ, അതായത് തേർഡ് സ്റ്റാൻഡേർഡ് മുതൽ ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു, 4th സ്റ്റാൻഡേർഡ് മുതൽ സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 10th മോഡൽ എക്സാം വരെ, ഒരു 7th ഒരു 3rd മിഡ് ടേമിന് ഒരു 3ാം റാങ്ക് ആയിപ്പോയത് ഒഴിച്ചാൽ 10th മോഡൽ എക്സാം വരെ സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു. അപ്പം ആ സമയത്ത് ഈ SSLCയുടെ റാങ്ക് 15-നകത്തുള്ള റാങ്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഒരു എല്ലാവരുടെ മുമ്പിൽ ഒരു ഭയങ്കര ഒരു മഹത്വമുള്ള കാര്യമായിട്ടുള്ളൊരു കാര്യങ്ങൾ. അപ്പോൾ അതിനായിട്ട് അതിന് മുമ്പുള്ള അനേക വർഷങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന് SSLCക്ക് ഒരു ആദ്യത്തെ 15 റാങ്ക് കാണും. അപ്പം ഞാനായിരുന്നു ആ വർഷത്തെ റാങ്ക് പ്രതീക്ഷ. അപ്പോൾ ഹെഡ് മിസ്ട്രസ്സും ബാക്കി ടീച്ചേഴ്സും ഒക്കെ അതുപോലെ ഒരു എൻകറേജ്മെൻറ്റ്, നമ്മൾ അതുപോലെ പഠിക്കുന്നു, സ്കോർ ചെയ്യുന്നു. 10th മോഡലിലൊക്കെ അതുപോലെ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്ത് അവസാനം 10th SSLC റിസൾട്ട് വരുമ്പം എനിക്ക് 15-നകത്ത് റാങ്ക് ഇല്ലെന്ന് മാത്രമല്ല, ഞാൻ സ്കൂളിൽ തന്നെ 6ാമതോ 7ാമതോ കൊണ്ടായിപ്പോയി. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. വെച്ചാൽ അത് റിവല്യൂഷൻ ചെയ്തിട്ടും ആ മാർക്ക് കൂടിയില്ല. അപ്പോൾ പക്ഷേ ദൈവം എന്നെ അങ്ങ് പെട്ടെന്നുള്ള എൻ്റേതായിട്ടുള്ള ആ ഒരു സെൽഫിലുള്ള ആ ഒരു സ്വയത്തിലുള്ളൊരു പോക്കിൽ ഒരു ചെറിയൊരു ഉടയലിൻ്റെ ഒരു അനുഭവം തരുമായിരുന്നു. അപ്പം ഞാൻ എന്നെ ആദ്യമായിട്ടൊരു വചനം കുറച്ചുകൂടി ഒന്ന് ആകർഷിക്കുന്ന ഒരു രംഗം ആ ഒരു സമയത്തുണ്ടായെന്ന് പറഞ്ഞാൽ, അപ്പോൾ എൻ്റെ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന ഒരു സ്റ്റാനിസ്ലോസ് മേരി എന്ന് പറഞ്ഞൊരു നൺ സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ അപ്പോഴത്തേക്കും SSLCയുടെ 10th സിസ്റ്റർ ആയിരുന്നു അവിടെ ഹെഡ് മിസ്ട്രസ് ആയിട്ടുണ്ടായിരുന്നത്. സിസ്റ്റർ നാഗ്പൂരേക്ക് അപ്പോഴത്തേക്കും ഈ SSLC റിസൾട്ട് വരുന്ന സമയത്തൊക്കെ ട്രാൻസ്ഫർ ആയിപ്പോയിരുന്നു. അപ്പോൾ സിസ്റ്റർ ഈ റിസൾട്ടൊക്കെ അറിഞ്ഞ സിസ്റ്റർ വല്ലാതെ ഷോക്കായിപ്പോയി, വിഷമമായിപ്പോയി. സിസ്റ്റർ കഴിഞ്ഞിട്ട് അന്ന് ഈ ഇല്ലൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ആരും കാണത്തുമില്ലെന്ന് തോന്നിച്ച് അന്ന് ആ ഒരു ബ്ലൂ ഇല്ലൻ്റിനകത്ത് സിസ്റ്റർ ഒരു ലെറ്റർ എനിക്ക് എങ്ങനെയോ അഡ്രസ്സ് തേടി പിടിച്ച് അയച്ചു. അപ്പോൾ ആ ലെറ്ററിന് ആദ്യം ലെറ്ററിനകത്ത് സിസ്റ്റർ മെയിനായിട്ട് വിഷമിക്കേണ്ട, ദൈവമെല്ലാം നന്നായിട്ട് നടത്തും, പ്രാർത്ഥിക്കുന്നുണ്ട്, ആ ഒരു എൻകറേജ്മെൻറ്റ്. പക്ഷേ ബാക്കിയെല്ലാം ഞാൻ മറന്നുപോയി. പക്ഷേ എൻ്റെ ആദ്യത്തെ ആ ഒരു വചനം വെച്ച സിസ്റ്റർ തുടങ്ങിയത് അത് യെരമ്യാവ് 29-11 വാക്യം, ജെറമ്യാ 29:11, ഫോർ ഐ നോ ദ പ്ലാൻസ് ദാറ്റ് ഐ ഹാവ് ഫോർ യു. എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, ഞാൻ നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് അറിയുന്നു. അത് ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്, നാശത്തിന് വേണ്ടിയുള്ളതല്ല. അത് നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള, നോട്ട് ഫോർ കലാമിറ്റി ബട്ട് ടു ഗിവ് യു ഫ്യൂച്ചർ ആൻഡ് എ ഹോപ്പ് എന്നുള്ള ആ ഒരു വാക്യങ്ങൾ അത് നമുക്കൊരു പ്രത്യാശ നൽകുന്ന, നമുക്കൊരു ഭാവിയെക്കുറിച്ചൊരു അത് നൽകുന്ന അങ്ങനെ ഒരു വാഗ്ദാനത്തിൻ്റെ ഒരു വചനമായിട്ട് അത് അങ്ങനെ പല വചനങ്ങൾ ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ദൈവം പാകിക്കൊണ്ടിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഇത് മുളയ്ക്കുന്നില്ല, ജീവനായി വരുന്നില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ ഒരു ഉടയലിലേക്ക്, അതായത് ഒരു നില ഉഴുതാലിൽ അതിനകത്ത് വിത്ത് മുളയ്ക്കത്തുള്ളെന്ന് പറഞ്ഞതുപോലെ നില ഉഴുന്ന ഒരു പ്രോസസ്സ് അങ്ങനെയൊക്കെ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു SSLC പ്രീ ഡിഗ്രി പഠിക്കുന്നത്. അന്ന് പ്രീ ഡിഗ്രിയുടെ സെക്കൻഡ് ലാസ്റ്റ് ബാച്ചായിരുന്നു ഞങ്ങൾ. പ്രീ ഡിഗ്രി അത് കഴിഞ്ഞിട്ട് പിന്നെ നിർത്തലാക്കി ഇപ്പോൾ അല്ലെങ്കിൽ +2 ആക്കിയല്ലോ. അപ്പം തിരുവനന്തപുരത്ത് മാർവീനസ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെയൊക്കെ ഫെസിലിറ്റിക്ക് ആയിട്ട് അങ്ങനെ തിരുവനന്തപുരത്ത് മാർവീനസ് കോളേജിലാണ് പോയി പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ എനിക്ക് സീനിയറായിട്ടുള്ളൊരു ചേട്ടന് ഒരു ഗിഡിയൻസിൻ്റെ ഒരു മലയാളം ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഗിഫ്റ്റായിട്ട് തന്നു. അപ്പോൾ ഞാനത് വളരെ ചെറിയ ഗുരുകുലാക്ഷരമാണ്, പലപ്പോഴും ഒക്കെ എടുത്ത് വായിച്ച് നോക്കും. അപ്പം നമുക്ക് അതിലെ വാക്യങ്ങളൊക്കെ സന്തോഷം. പക്ഷേ എങ്കിലും ഞാൻ അവിടെയും ഈ പറഞ്ഞ കണക്ക് അമ്പലഭക്തി ഒന്നും അവിടെയും തുടർന്നു. എന്ന് വെച്ചാൽ അവിടെയും അടുത്തുള്ള അമ്പലമൊക്കെ കണ്ടുപിടിച്ച് സമയം കിട്ടുമ്പോൾ പോവും, ഭക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, വേറെ ആരും ഇപ്പോൾ അച്ഛനും അമ്മയും പറയാനൊന്നുമില്ല, വേറെ ആരും കൂട്ടുകാരും കൂടെ വരാൻ പോലും ഇല്ല. പക്ഷെ എങ്കിലും എനിക്ക് അതിൻ്റെതായ ഭക്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ച് പോവുകയൊക്കെ ചെയ്യുന്നു. ഈവൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ 2 അമ്പലങ്ങളിലെങ്കിലും കയറി ചന്ദനക്കുറിയൊക്കെ തൊട്ടുകൊണ്ടേ ഞാൻ സ്കൂളിൽ പോകത്തുള്ളൂ. അത്രമാത്രം ഭക്തിയായിരുന്നു. എന്നാൽ ഈ ഒരു കർത്താവിൻ്റെ വചനങ്ങളോടൊരു ആകർഷണം ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിൽ ഈ ഒരു ന്യൂ ടെസ്റ്റ്മെൻറ്റ് കിട്ടി. പിന്നെ ഞാൻ പലയിടങ്ങളിൽ ഈ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത വചനങ്ങൾ ബൈബിളിലുണ്ട് എന്നുള്ള കാര്യം വെച്ചാൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ചില വേഴ്സസ് ഒക്കെ എവിടേക്കൊക്കെ കണ്ടു. അപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു സുഹൃത്തിനോട്, ഒരു ക്രിസ്ത്യൻ ഫ്രണ്ടിനോട് ചോദിച്ച് എനിക്കൊരു ഫുൾ ബൈബിൾ കിട്ടാൻ വഴിയുണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളിയാണെങ്കിൽ ഒരു ഫുൾ ബൈബിള് ഇങ്ങനെ അവിടെ ചാത്തന്നൂരുള്ള ഒരു ദീപക് മാത്യു തോമസ് എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ചെന്നൈയിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യും. അപ്പം ദീപക്കായിരുന്നു എൻ്റെ റൂംമേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ദീപകിനോട് ഞാൻ ചോദിച്ച് ഒരു ഫുൾ ബൈബിൾ, അപ്പം പുള്ളി ഒരു ഗിഡിയൻസിൻ്റെ ഒരു ന്യൂ കിങ് ജെയിംസ് വേർഷൻ ഒരു ഫുൾ ബൈബിള്, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സെക്കൻഡ് ഡിഗ്രി ഓണത്തിൻ്റെ സമയത്ത് മറ്റും അത് കൊണ്ടുവരുന്നത്. അപ്പം അത് എനിക്കും അത് ഓൾറെഡി പലയിടത്തും അടയാളപ്പെടുത്തിയിട്ടുള്ളൊരു ബൈബിൾ, ഉപയോഗിച്ചിട്ടുള്ളൊരു ബൈബിൾ. അപ്പോൾ എനിക്കത് വായിക്കാനൊക്കെ വളരെ സന്തോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ സമയത്താണ് എൻ്റെ വേറൊരു സീനിയറായിട്ടുള്ള വേറൊരു ചേട്ടൻ, അതായത് സൈജു ചുമ്മാർ ജോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേര്. സൈജു എന്ന് പറഞ്ഞൊരു ബ്രദർ, അദ്ദേഹം ഇപ്പം അങ്ങ് അജ്മാനിൽ വർക്ക് ചെയ്യുക. അപ്പം സൈജു ബ്രദർ എനിക്ക്, അപ്പം ഞാൻ സെക്കൻഡ് ഡിഗ്രി പഠിക്കുമ്പം അദ്ദേഹം അവിടെ BCom തേർഡ് ഇയർ പഠിക്കുന്നു. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ എനിക്കൊരു സാക്പുന്നം ബ്രദറിൻ്റെ ഒരു റിയൽ ട്രൂത്ത് എന്ന് പറഞ്ഞ ചെറിയൊരു യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബുക്ക്ലെറ്റും, ഹാർട്ട് ഓഫ് മാൻ എന്ന് പറഞ്ഞാൽ തമ്പിയുടെ ഹൃദയം മാതിരിയുള്ള ചെറിയ ബുക്ക്ലെറ്റും ഒക്കെ എപ്പോഴും ഇനി ഇങ്ങനെ മെസ്സുകൾ വെച്ച് കാണുമ്പോഴും മറ്റ് എപ്പോഴും ഇങ്ങനെ കൊണ്ടു തന്നെ ഇത് വായിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നമ്മൾ ആര് തന്നാലും നിരസിക്കത്തില്ല. അപ്പം നമ്മളത് വായിക്കും. അപ്പം ഞാനത് വായിച്ച് നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ശരിയാണ്, കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അവസാനം യേശു മാത്രമേ ഉള്ളൂ വഴി എന്നൊക്കെ പറയുമ്പോൾ ഇത് കുറച്ചൊരു അടുത്ത് അതൊക്കെ നമുക്കൊക്കെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്തായാലും കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ഞാനതൊന്ന് സൈഡിൽ മാറ്റി വെച്ചു. അപ്പം അതിലൂടെ സുവിശേഷത്തിൻ്റെ വിത്തുകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ പാകപ്പെടുവാണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു സത്യത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. എങ്കിലും ഞാൻ അതൊക്കെ കുറച്ചൊക്കെ ഒന്ന് നമ്മുടെ മനസാക്ഷി കുത്തൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് എന്താണ് പറയുന്നത്, ഒന്ന് കണ്ണടച്ച് അങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ്. നമ്മളുടെ ആ ഒരു വിശ്വാസത്തിലൊക്കെ നമ്മൾ എൻ്റേതായിട്ടുള്ള ആ ഒരു ആധ്യാത്മികമായിട്ടുള്ള നിലപാടുകളൊക്കെ അങ്ങ് ഇതായിട്ട് പോവുക. അതിനിടയിൽ എന്നെ പിടിച്ചു കുലുക്കി വേറൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് ഈ ഫസ്റ്റ് ഡിഗ്രി അവസാനിക്കാവുന്ന സമയത്ത്, അതായത് 1999 ജനുവരി മാസം 23-ാം തീയതി ഭാരതത്തിലൊരു വലിയ സംഭവം നടന്നു. എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം രാവിലെ പത്രങ്ങളിലുള്ള വാർത്ത എന്താണെന്ന് വെച്ചാൽ ഒറീസയിൽ ഒരു ഗ്രഹാം സ്റ്റെയിൻസിനെയും ഫിലിപ്പ് ടിമോത്തി എന്ന് പറഞ്ഞ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ ജീവനോടെ ചുട്ടരിച്ച് കൊന്നു കളഞ്ഞു എന്നുള്ള ഒരു വാർത്തയും, അതിനോട് ചേർന്നൊരു കോളത്തിൽ ഞങ്ങളുടെ വീട്ടിലെവിടെ മാതൃഭൂമി ദിനപത്രം വരുന്നത്. അപ്പം ഒരു കോളത്തിൽ ഇങ്ങനെ ഗ്ലാഡിസ് സ്റ്റെയിൻസ്, ഈ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ ഗ്ലാഡിസ് സ്റ്റെയിൻസ് പറഞ്ഞൊരു കാര്യം, അതായത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, പക്ഷേ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഘാതകരോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞു. ലോകത്തെ മുഴുവൻ കരയിപ്പിച്ചു. അതെ. അപ്പം അത് ഞാനപ്പോൾ ഒരു തികഞ്ഞ ഹൈന്ദവനായിരുന്നു, പക്ഷേ എനിക്കത് ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ട് വളരെ ഡീപ്ലി മൂവിങ് ആയിട്ട് തോന്നി. അപ്പോൾ എങ്ങനെ ഒരു സ്ത്രീ, അതും അവൾക്ക് ഒരു മോള് മാത്രം ഇപ്പം കൂടെ ഉണ്ട്, ഒരു വിദേശ രാജ്യത്ത് അവർ ഒറ്റയ്ക്ക് വന്ന് ഇത്രയും സേവനമൊക്കെ നടത്തി, സ്വന്തം ഭർത്താവ് 2 പിഞ്ച് ആൺകുഞ്ഞുങ്ങൾ അവരെല്ലാം ജീവനോട് ചുട്ടിരിക്കപ്പെടുന്നു. അതിൻ്റെ ആ തീവ്രവേദനയിൽ അവരോടെല്ലാം തൻ്റെ ഭർത്താവിൻ്റെ ഘാതകരോട്, തൻ്റെ കുഞ്ഞുങ്ങളെ ചുട്ടരിച്ച് കൊന്നവരോട് ഞാൻ ക്ഷമിക്കുന്നു, അതാണ് യേശുക്രിസ്തു എന്നെ പഠിപ്പിച്ചത് എന്നുള്ള ആ ഒരു യേശുവിൻ്റെ ക്ഷമ, അത് എനിക്കത് വളരെ മൂവിങ് ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ ആ വർഷത്ത് തന്നെ, ഇപ്പോൾ സെക്കൻഡ് ഡിഗ്രി ആ സമയത്ത് തന്നെ എന്തോ ഒരു കോളേജിലൊരു ഉപന്യാസ മത്സരം കണ്ട് നടന്നു, ഭാരതത്തിൽ മതേതരത്വത്തിന് പങ്ക്. അപ്പോൾ അതൊക്കെ ഇതൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് നിൽക്കുന്ന സമയം. അപ്പോൾ ഇതൊക്കെ എഴുതും. അപ്പോൾ അന്ന് ഞാൻ ഇത് ഉപന്യാസത്തിൽ ഇതൊക്കെ എഴുതി, ആ ഉപന്യാസം പിന്നീട് കോളേജ് മാഗസിനിൽ പ്രസിദ്ധീകരിച്ച് വന്നപ്പം പിന്നീട് ആ വിളിച്ചെന്ന് പറഞ്ഞാൽ കോളേജ് മാഗസിന് എടുത്തതിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇപ്പം ഞാൻ അന്ന് ഹൈന്ദവ വിശ്വാസത്തിൽ തന്നെ ഉണ്ടായിരുന്നതായിരുന്നു, പക്ഷേ എങ്കിലും ഈ ഗ്ലാഡിസ് സ്റ്റെയിൻസിൻ്റെ ക്ഷമയെക്കുറിച്ചൊക്കെ പ്രതികരിച്ചുകൊണ്ടൊക്കെ അതിനകത്ത് എഴുതുന്ന ആ ഒരു പാരഗ്രാഫ്സും കാര്യങ്ങളൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം അപ്പോഴുമൊക്കെ ഞാൻ ആ ഒരു ഹൈന്ദവ വിശ്വാസത്തിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ദൈവം തന്നെ ഇപ്പം ഇങ്ങനെ നമ്മളുടെ പൗലോസിനോട് കർത്താവ് ചോദിക്കുന്നുണ്ടല്ലോ, അതായത് മുള്ളിൻ്റെ മേലെ നിനക്ക് ഉതയ്ക്കുന്നത് കഠിനമാണ് എന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം ഈ മനസാക്ഷി കുത്തും അതൊക്കെ അങ്ങനെ ഇരിക്കാനൊക്കെ. അപ്പം ദൈവം തന്നെ പല സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ട് വന്നതെന്ന് വെച്ചാൽ, ഞാൻ വലിയ വലിയ സമാധാനത്തെക്കുറിച്ചും വലിയ ആധ്യാത്മികമായിട്ടുള്ള വലിയ കവിതകളും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലൊരു ശൂന്യതയാണ്. ഇത് നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു വാക്യമാണെന്നുള്ളൊരു കാര്യത്തിൻ്റെ ഒരു തിരിച്ചറിവിലേക്ക് ദൈവം പതുക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വർഷത്തെ ആ കോളേജ് മാഗസിനിൽ ഞാൻ പറഞ്ഞ മതേതരത്തിനെ കുറിച്ചുള്ള ലേഖനം വരുന്നു. ഞാൻ തന്നെ മലയാളത്തിൽ എഴുതിയൊരു കവിത, പിന്നെ ഇംഗ്ലീഷിലൊരു മൈൻഡ് ദ ഡൊമൈൻ ഓഫ് പീസ് പറഞ്ഞ സമാധാനത്തെക്കുറിച്ചൊരു ലേഖനം, ഇംഗ്ലീഷിലൊരു കവിത, ഈ 4 ആർട്ടിക്കിൾസ് തന്നെ ഒരു കോളേജ് മാഗസിനിൽ എൻ്റെ വരുമോ. പക്ഷേ ഇതിൽ എഴുതിയിരിക്കുന്ന ആൾ ഞാൻ ഈ പറഞ്ഞ രക്ഷയുടെ കാര്യത്തിലേക്ക് വരിക ഈ ഡിസംബർ മാസം, അതായത് 1999, ഒരു 26 വർഷമായി. 1999 ഡിസംബർ മാസം 19-ാം തീയതി, അന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു.
അപ്പോൾ രാവിലെ അന്ന് ഞായറാഴ്ച ആയിരുന്നെങ്കിൽ ഒരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒരു ഒളിമ്പ്യാഡ് എക്സാം കോളേജ് നടക്കുന്നുണ്ട്. അപ്പം ഞാനങ്ങനെ അപ്പം ഞാൻ അവിടെ ഇവിടെ സ്കൂൾ ഫസ്റ്റ് ആയിരുന്നൊക്കെ പറയില്ല, അവിടെ ചെന്നും അവിടെയും കോളേജ് ഫസ്റ്റും കോളേജ് ക്ലാസ് റെപ്രസെൻറ്റേറ്റീവും കാര്യങ്ങളൊക്കെയാണ്, എല്ലാത്തിലും വളരെ ആക്റ്റീവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അത് രാവിലെ ഈ പരീക്ഷയ്ക്ക് ഒന്നുകൂടെ പോർഷൻസ് അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സിംഗിൾ റൂം ആയിരുന്നു. അപ്പോഴത്തേക്കും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് മാർവിയൻസ് കോളേജിൻ്റെ ആ ഒരു ന്യൂ സെൻറ് തോമസ് ഹോസ്റ്റലിൻ്റെ 14 നമ്പർ റൂമെന്ന് എൻ്റെ ഓർമ്മ. അതിൽ രാവിലെ ഒറ്റയ്ക്ക് രാവിലെ ഒരു 6-6 സമയമായി കാണും. അപ്പം മേശയ്ക്ക് അരികിൽ നമ്മളിങ്ങനെ കസേരയിട്ടിരിക്കുവാണ്. എനിക്ക് ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പോർഷൻസൊക്കെ ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്യണം. പക്ഷേ എന്തോ പല സാഹചര്യങ്ങളുടെ ആ ഒരു ഇതിൽ നമുക്ക് ഉള്ളിലൊരു സ്വസ്ഥതയില്ല, എന്തോ വല്ലാത്തൊരു സമാധാനക്കുറവ്, ഒരു ഭാരം, ഒരു ശൂന്യത. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്നെ സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ചൊരു ഉള്ളാലൊരു ബോധ്യം. അവിടെ ഞാൻ എന്തോ വലിയ വെളിച്ചം കാണുമോ അങ്ങനെയുള്ള വേറെ പുറമേ ഒന്നുമില്ല. പക്ഷേ അകമേ എന്നെ സൃഷ്ടിച്ച ദൈവം അതീവ പരിശുദ്ധനായിട്ടുള്ളൊരു ദൈവമാണെന്നും ആ ദൈവത്തിന് മുമ്പാകെ ഞാനൊരു നീച്ച പാപിയാണ്, ഞാനൊന്നുമില്ല. അതുവരെ എൻ്റെ വിചാരം ഞാനെന്തോ വലിയ ആധ്യാത്മികമായിട്ടുള്ള വലിയ എന്തോ ആളാണെന്നുള്ളൊരു ഭാവമായിരുന്നു. നമ്മൾ പുറമെ വളരെ വിനയമായിട്ടൊക്കെ അഭിനയിക്കുമെങ്കിലും ഉള്ളിൽ നമുക്കെന്തോ നമ്മളെന്തോ വലിയ ആളാണെന്നുള്ളൊരു ഭാവമാണ്. പക്ഷേ ആദ്യമായിട്ട് നമ്മളൊന്നുമല്ല, എന്തോ ഒരു വചനങ്ങളൊക്കെ അപ്പോഴാണ് ക്രിയ ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മളൊരു പാപിയാണ്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ അതീവ പരിശുദ്ധിയെ കുറിച്ചുള്ള ഉള്ളൊരു ബോധ്യവും ആ പരിശുദ്ധിയുടെ മുമ്പിൽ ഞാനൊരു നീച പാപിയാണെന്നുള്ളൊരു ബോധ്യം പെട്ടെന്ന് എനിക്ക് ബൈബിൾ എടുത്ത് തുറന്ന് നോക്കണമെന്ന് തോന്നി. അവിടെ സരസ്വതി ദേവിയുടെ ഫോട്ടോ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. സ്വർണ്ണമാല ജപിച്ച് കിട്ടിയ ഗണ്ടയൊക്കെയുള്ള സ്വർണ്ണമാലയൊക്കെ കഴുത്തിൽ കിടപ്പുണ്ട്. പിന്നെ ഭഗവത്ഗീതയും സഹസ്രനാമങ്ങളും വിവേകാനന്ദൻ്റെ പുസ്തകങ്ങളും അമൃതാനന്ദയുടെ മാതൃവാണി എന്നുള്ള പ്രസിദ്ധീകരണങ്ങളും അങ്ങനെ ഒത്തിരി ആധ്യാത്മികമായിട്ടുള്ള ഹൈന്ദവതെല്ലാം ഇരിപ്പുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ബൈബിളും ഇരിപ്പുണ്ട്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ബൈബിൾ ഇത് തുറന്നു നോക്കണമെന്ന് ഉള്ളാലൊരു പ്രേരണയും ബൈബിൾ ഇത് ഞാൻ തുറന്ന് മറിച്ച് എൻ്റെ കണ്ണുകൾ ഉടക്കുന്നത് എഹെസ്കേൽ, നമ്മൾ ഇംഗ്ലീഷിൽ എസെക്കിയേൽ, മലയാളത്തിൽ എഹെസ്കേൽ 36 അധ്യായത്തിൽ 25, 26, 27 വാക്യങ്ങളാണ്. അതിലിങ്ങനെ പറയുന്നത്, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിച്ച് ഞാൻ നിങ്ങളെ നിർമ്മലരാക്കും. നിങ്ങൾക്ക് ഞാൻ പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും നൽകും. നിങ്ങളുടെ കല്ലുപോലെ ഹൃദയത്തെ മാറ്റി മാംസമായ ഹൃദയത്തെ നൽകും. എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളെ നടക്കുമാറാക്കി നിങ്ങളെൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കുവാൻ ഉത്സാഹമുള്ളവരായിരിക്കും എന്ന് ആ വാക്യം വായിക്കുകയും വലിയൊരു സ്വർഗീയമായ വലിയൊരു സന്തോഷവും സമാധാനവും സ്നേഹവും എല്ലാം കൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് വലിയൊരു നദിയായിട്ട് അതങ്ങ് നിറയുക. ആ ശൂന്യതയിൽ അങ്ങ് മാറിപ്പോയെന്ന് മാത്രമല്ല വലിയൊരു സ്വർഗീയം അതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ല. അത് ഇന്ന് ഞാനത് പറയുമ്പം അതിൽ നിന്ന് എത്രയോ മടങ്ങ് ഇന്ന് ഞാൻ ദൈവം സഹിച്ച് അനുഭവിക്കുന്നു ആ ഒരു വലിയൊരു സ്വർഗീയ സന്തോഷവും സമാധാനം. എന്നാൽ അതുവരെ അനുഭവിച്ചിട്ടുള്ളതിലും വലിയൊരു സ്വർഗീയമായിട്ടുള്ളൊരു സ്നേഹവും സന്തോഷവും സമാധാനമൊക്കെ ഹൃദയത്തിൽ വന്ന് നിറയുകയും പെട്ടെന്നൊരു ക്ലെൻസിങ് എഫക്റ്റ്. ഈവൻ അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ ഉത്സാഹത്തോടെ ആ ഒളിമ്പ്യാഡ് എക്സാമൊക്കെ ചെന്ന് എഴുതി. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോൾ അത് കോളേജ് ഫസ്റ്റ് തന്നെ ആയിരുന്നു. എന്നാൽ ഈ ഒരു അനുഭവം അന്ന് മുതൽ തന്നെ, ഈവൻ അന്ന് ഞാൻ കോളേജിൽ ഈ പരീക്ഷ എഴുതുന്നതിനെ കർത്താവിന് കൂടെ പോയിരുന്നു ആദ്യമായിട്ട് എഴുതിയ പരീക്ഷ എന്നൊക്കെ ഞാൻ പറയും. അപ്പം അവിടെ എന്തോ ഒരു കോളേജ് ഓഡിറ്റോറിയത്തിൽ, അവിടെ മാർവിയൻസ് കോളേജിൽ ഓഡിറ്റോറിയത്തിൽ യേശു മാറാത്തവൻ എന്നുള്ള നമ്മുടെ പാട്ടുണ്ടല്ലോ, സർവ്വസൃഷ്ടികളൊന്നായി സൂചിച്ച് അത് എന്തോ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടാൽ അത് ആദ്യമായിട്ട് ഞാൻ ആ പാട്ട് കേൾക്കുന്നത് അവിടെയാണ്. ഞാൻ ഇതിനായിരുന്നു ഞാൻ ആദ്യമായിട്ട് ആ പാട്ട് അപ്പോഴാണ് കേൾക്കുന്നത്. അപ്പോൾ ആ മാറാത്തവനായിട്ടുള്ള കർത്താവ് ഇന്നും വഴി നടത്തുന്നൊരു അനുഭവം തിരിഞ്ഞു നോക്കുമ്പോൾ അതായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ്. കർത്താവായിട്ടുള്ളൊരു നിത്യമായിട്ടുള്ളൊരു സ്നേഹബന്ധത്തിനൊരു തുടക്കം വന്നായിരുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാവുന്നത്. യേശുവിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ദൈവിക അനുഭവത്തിലേക്ക് സാർ വരുവാനിടയായി. പക്ഷേ ഇത് വീട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അതായത് ഭവനക്കാർ, ഫാദർ, മദർ, അവരുടെ അവരുടെ മറ്റൊരു വിശ്വാസത്തിലാണല്ലോ. അപ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ആ സിറ്റുവേഷൻ എങ്ങനെ സാർ അതിജീവിച്ചു എന്നുള്ളത്? അതെ അതിനെക്കുറിച്ച് അവരെ അറിയാനിടയായപ്പോൾ അത് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു അവർക്ക്. എന്ന് വെച്ചാൽ ആദ്യം അവർ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ ചിലപ്പോൾ ഹോസ്റ്റലിൽ വിളിക്കുമ്പം ഞാൻ ഇപ്പോൾ ഈ ഒരു ബോണഗിൻ എക്സ്പീരിയൻസിന് ശേഷം ഞാനീ പറഞ്ഞതുപോലെ എനിക്ക് സീനിയറായിട്ടുള്ള ഒരു ബ്രദർ ഈ ഒരു റിയൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ബുക്ക്ലെറ്റ് എന്നൊക്കെ തന്നെ പറഞ്ഞതുപോലെ ഇങ്ങനൊരു ഗുഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് സാക്പനം ബ്രദറിൻ്റെ ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് വായിക്കാൻ തന്നു. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോഴും ഒരു ബോണഗിൻ എക്സ്പീരിയൻസ് ആണ്, റിപ്പൻറ്റൻസ്, ഫെയ്ത്ത്, ആ ഒരു മാനസാന്തരം, വിശ്വാസം, അങ്ങനെയൊക്കെയുള്ളൊരു യഥാർത്ഥത്തിലുള്ള രക്ഷയുടെ അനുഭവം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും അപ്പം അപ്പോഴാണ് ഒരു സഭാ കൂട്ടായ്മ കുടിയൊരുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എൻകറേജ് ചെയ്യും. അപ്പം ആദ്യമൊക്കെ ഈ ഒരു സീനിയറായിട്ടുള്ള ഈ ബ്രദർ ഇങ്ങനെ ഒരു ചർച്ചിലോട്ടൊക്കെ ഇൻവൈറ്റ് ചെയ്യുമ്പം എനിക്ക് ആദ്യമൊക്കെ ഒരു മടിയായിരുന്നു. ചർച്ചിലോട്ടൊക്കെ പോയാലോ എല്ലാവരും എൻ്റെ കൂട്ടുകാരൊക്കെ ഞാൻ മതം മാറിയെന്ന് വിചാരിക്കുമോ എന്നൊക്കെയുള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നു. അതിന് എക്സ്ക്യൂസായിട്ട് എനിക്ക് പറയാനും ആ ഞായറാഴ്ചകളിൽ അന്നത്തെ എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ ഒരു സഫയറിലൊരു എന്താ പറയുക മോക്ക് എക്സാം അതിലേക്ക് ആ ഞായറാഴ്ചകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞാൻ 3 ഞായറാഴ്ച അങ്ങനെ ഒഴിവൊഴി പറഞ്ഞു. പക്ഷേ എങ്കിലും
ഈ സൈജുബേർ വീണ്ടും എന്താ ചർച്ചിലോട്ട് വന്ന കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ഈ ഒരു അനുഭവം ഉണ്ടായതിനു ശേഷം സജിബറിനോട് അങ്ങോട്ട് തന്നെ നിന്ന് ചോദിച്ച് എങ്ങനെ ബുക്സ് ചോദിക്കുമ്പോഴാണ് ഈ ഗുഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഇളകാത്ത അടിസ്ഥാനം എന്ന് പറഞ്ഞ സാഗ്ബറിൻ്റെ പുസ്തകമൊക്കെ തരുന്നതും അത് വായിക്കുമ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി ഒക്കെ വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു 2000 ജനുവരി അവസാനത്തെ ആഴ്ചയാണ് ചർച്ചിലൊക്കെ പോകുന്നത്. അപ്പം അതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്തവരുള്ള ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയും ഊഷ്മളതയും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ആകർഷിച്ചു. അതിനു മുമ്പൊക്കെ അമ്പലത്തിലൊക്കെ നമ്മൾ പോകുമ്പം അമ്പലത്തിൽ എല്ലാവരും പോകുന്നു, പ്രാർത്ഥിച്ചിട്ട് വരുന്നു. പക്ഷേ ഇതാണെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ, എല്ലാവരും പരസ്പരം അറിയാം, പരസ്പരം കാര്യങ്ങൾ ചോദിക്കുന്നു, നമ്മളെ കരുതുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു സ്നേഹബന്ധവും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ അന്വേഷിച്ചൊരു നമ്മുടെ ചർച്ചിന് തന്നെ വീക്ക് ഡേ മീറ്റിംഗ് തേഴ്സ്ഡേ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വീക്ക് ഡേ മീറ്റിങ്ങിനും ഒക്കെ പോകാനൊക്കെ തുടങ്ങി. പതുക്കെ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ ഫോൺ വരുമ്പോൾ ഞാൻ അവിടെ ഇല്ല. അപ്പോൾ പിന്നെ തിരിച്ചു വരുമ്പോൾ കള്ളം പറയാനൊക്കെ ചിലപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ഒരു ക്രിസ്ത്യൻ മീറ്റിങ്ങിന് പോയതെന്ന് പറയുമ്പോൾ ആദ്യം ഉള്ള വിചാരം ഞാൻ പണ്ട് ഇങ്ങനെ ആധ്യാത്മിക ലൈനാണെന്ന് അറിയുന്നതുകൊണ്ട് എല്ലാത്തിൻ്റെ കൂടെ ഈ ഒരു ഇതായിട്ട് പോകുന്നതായിരിക്കും. പക്ഷെ പിന്നീട് ആ ഫെബ്രുവരിയിൽ, അതായത് 2000 ഫെബ്രുവരിയിൽ ഇവിടെ ഈ പടനഗർകുളങ്ങര ക്ഷേത്രത്തിൻ്റെ ഉത്സവമൊക്കെ ആയതുകൊണ്ട് 6ാമത്തെ ഉത്സവം, വടക്കേക്കരക്കാരുടെ ഉത്സവം, അന്ന് ദീപാരാധന ഒത്തിരി ദൂരത്തു നിന്ന് ആൾക്കാരൊക്കെ വന്ന് തൊഴുന്ന ഒരു ഇതൊക്കെ. അപ്പോൾ എന്നെയും വിളിച്ചു. അപ്പോൾ എനിക്കറിയാം എന്നെ ഇങ്ങനെ അമ്പലത്തിലോട്ട് പോകാനായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇത് കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നൊന്നും അറിയത്തില്ല. ഞാൻ ബേസിക്കലി അന്നും ഒരു വളരെ ഒരു ടിമിഡായിട്ടുള്ള വളരെ ഇൻട്രോവേർട്ട്, വളരെ അങ്ങനെ വലിയൊരു ഭയങ്കര ബോൾഡ് ക്യാരക്ടറൊന്നും അല്ലായിരുന്നു. പക്ഷെ കർത്താവ് നമുക്ക് തന്ന ആ ഒരു കറേജ് ഓഫ് കൺവിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ബോധ്യത്തിൻ്റെ ഒരു ധൈര്യം, ദൈവം തരുന്നൊരു ധൈര്യം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പേരൻസൊക്കെ ആ ഒരു സമയത്ത് അമ്മയും ചേച്ചിയൊക്കെ വൈകിട്ട് 5 മണിക്ക് ആയപ്പോഴത്തേക്കും കുളിച്ച് നമുക്ക് അമ്പലത്തിലോട്ട് പോകുന്ന അവർ സാധാരണ ലാഘവത്തോട് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ അവരോട് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ വരുന്നില്ല അമ്പലത്തിലോട്ട്, എനിക്ക് ഇങ്ങനെ വിഗ്രഹാരാധന അങ്ങനെ അത് വിഗ്രഹങ്ങളൊക്കെ ആരാധിക്കുന്നത് തെറ്റാണ്, ഞാൻ യേശുവിലാണ് വിശ്വസിക്കുന്നത്. അപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഷോക്ക്, നീ എന്താ ചെയ്യുന്നത്? അപ്പോൾ എന്തോ ആരോണ്ട് പെട്ടെന്ന് വീട്ടിൽ മരിച്ചു പോയതുപോലെ എല്ലാവരും കൂടെ കൂട്ടുകരച്ച് അമ്മയും ചേച്ചിയും അമ്മയും എല്ലാവരും. അതെ. അപ്പം ഞാൻ പറഞ്ഞത് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നുള്ളതേ ഉള്ളൂ, ഞാൻ നിങ്ങളുടെ മകൻ തന്നെ വന്നു. പക്ഷേ എങ്കിലും അവർക്കതൊക്കെ ഉൾക്കൊള്ളാനൊക്കെ ഭയങ്കര പാടാണ്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്കും പിന്നെ തിരിച്ച് ഹോസ്റ്റലിലോട്ടൊക്കെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ആ മെയ് ഒക്കെ ആയപ്പോഴത്തേക്കും എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്തുമ്പം ആദ്യത്തെ 2 ആഴ്ച ഞാനിങ്ങനെ തേടി കണ്ടുപിടിച്ച് 1-2 സഭകളിലൊക്കെ അടുത്തൊക്കെ നോക്കി പോവുകയൊക്കെ ചെയ്തു. 3ാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്കും ഇവർക്ക് അച്ഛനും അമ്മയൊക്കെ ബാക്കി ബന്ധുക്കളോടൊക്കെ ഡിസ്കസ് ചെയ്തു, ഇവനിങ്ങനെ വലിയ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബൈബിൾ പിടിച്ചുകൊണ്ട് പോവുക. അപ്പം എനിക്ക് 2 ചേച്ചിമാരാണ് ഉള്ളത്. അപ്പോൾ അവിടെ കല്യാണം വന്ന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവനൊരു കുടുംബത്തിന് നാണക്കേടാവും ഇത് ഇങ്ങനെ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചെന്നൊക്കെ പറയും. അപ്പോൾ ഇവനെ എങ്ങനെയെങ്കിലും നമുക്ക് തടങ്കലിലിടണം എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ എൻ്റെ ബൈബിളും ഈ ബിബ്ലിക്കൽ ബുക്സും എല്ലാം കൂടെ അങ്ങ് എടുത്ത് മാറ്റി വെച്ച്, നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങ് അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടങ്ങ് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അപ്പോൾ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വലിയ ഒരു ആവേശത്തോടെ നമ്മൾ ഇറങ്ങുന്നു. പക്ഷേ അതൊരു വീട്ടുതടങ്കിലും അതിലൊരു 5-6 മാസം, ആ ഒരു ഡിസംബർ മാസം അവസാനം, ആ 2000 ഡിസംബറിൽ അവസാനമാണ് MBBS അഡ്മിഷൻ പരിയാരം മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് സീറ്റിൽ തന്നെ ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടുന്നത്. അപ്പം ആ ഒരു സമയം അത്രയും നാൾ ഇങ്ങനെ വീട്ടിൽ നീ പുറത്തോട്ട് ഇറങ്ങി പോകരുത്, ഒരു കൂട്ടായ്മയ്ക്കും പോകാൻ പറ്റത്തില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം നമുക്ക് വല്ലാത്തൊരു സ്ട്രോക്ക്. ആ അച്ഛനാണെങ്കിൽ ആ പുസ്തകങ്ങളെല്ലാം എടുത്തങ്ങ് കത്തിച്ച് കളഞ്ഞു. ബൈബിൾ അച്ഛന് കത്തിച്ച് കളയാൻ തോന്നിയില്ല. ബൈബിൾ അച്ഛനൊരു ക്രിസ്ത്യൻ ഫ്രണ്ടിനെ കണ്ടുകൊണ്ട് കൊടുത്തു. അപ്പോൾ അച്ഛൻ അന്നേ ബൈബിൾ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയെന്നൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് കളിയാക്കി പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ എതിർപ്പും കാര്യങ്ങളൊക്കെ, എതിർപ്പിൻ്റെയൊക്കെ ഒരു മൂർധന്യാവസ്ഥയിലോട്ട് എത്തിയെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പലരോടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ആരോ പറഞ്ഞു കൊടുത്ത പേരൻസിനോട് ഇവരെല്ലാം കൂടെ ആരോ ചേർന്ന് ആരോ ബ്രെയിൻ വാഷ് ചെയ്ത് മതം മാറ്റിയതായിരിക്കും. അപ്പം വല്ല സൈക്യാട്രിസ്റ്റ് എങ്ങനെ കണ്ട് ഹിപ്നോട്ടൈസ് ചെയ്തെങ്ങാണ് ഇവനെ തിരിച്ചു കൊണ്ടുവരണം. ഇന്ന് ഞാനൊരു സൈക്യാട്രിസ്റ്റാണ്. അന്ന് അവരോട് അങ്ങനെ ആരും ഉപദേശിച്ചു കൊടുത്ത്. അച്ഛൻ അപ്പം തിരുവനന്തപുരത്താണ് ഇൻ്റലിജൻസ് ബ്യൂറോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എന്നെയും കൂടെ തിരുവനന്തപുരത്തേക്ക് ഒരു ദിവസം ഇങ്ങനെ നീയും കൂടെ വരണമെന്നൊക്കെ പറഞ്ഞ് അപ്പം
ആരെയോ കാണാനെന്നൊക്കെ പറഞ്ഞ് എന്നോട് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. ഇപ്പം അവിടെ ചെല്ലുമ്പോഴാണ് തിരുവനന്തപുരത്തുള്ളൊരു ശാസ്ത്രമംഗലത്തുള്ളൊരു സൈക്കട്രിസ്റ്റായിട്ടുള്ളൊരു ഡോക്ടറെ കാണാൻ കൊണ്ടുപോകുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ഉത്തരവൊക്കെ കൂളായിട്ട് പറയുന്നു. പിന്നെ എന്നോട് പുറത്തിരിക്കാൻ പറയുന്നു, അച്ഛനോട് എന്തോ സംസാരിക്കുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ചു വരുന്ന വഴിയിൽ ആ ബസ് കയറാൻ നിൽക്കുമ്പം അപ്പോൾ എനിക്ക് ബൈബിളൊന്നും ഇല്ല. കുറേ ആഴ്ചകളായിട്ട് മാസങ്ങളായിട്ട് ബൈബിളൊന്നും ഇല്ലാതെ നമുക്ക് അപ്പോഴാ വചനത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുന്ന. ഈ മീനെ എടുത്ത് വെള്ളത്തിന് വെളിയിലിട്ടാൽ ഉള്ളൊരവസ്ഥ. അപ്പോൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒരു വചനം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ബസ് കയറാൻ വേണ്ടി ശാസ്ത്രമംഗലത്തേക്ക് അവിടെ ബസ് സ്റ്റോപ്പിലോട്ട് വന്ന് നിൽക്കുമ്പം ഏതോ ഒരു പള്ളിയുടെയോ ഏതോ ഒരു ക്രിസ്ത്യൻ കോമ്പൗണ്ടിൻ്റെ മതിലുകളിലെ വചനങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ശ്വാസം കിട്ടിയതുപോലെ, ഇങ്ങനെ ശ്വാസം കിട്ടാത്തവരാകെ പെട്ടെന്ന് ഓക്സിജൻ കിട്ടിയതുപോലുള്ളൊരു അവസ്ഥ. അപ്പോൾ ഞാനിങ്ങനെ ആർത്തിയോട് ഓരോ വചനങ്ങളായിരുന്നു വചനങ്ങൾ വായിച്ച് വന്ന് ഏറ്റവും അവസാനം ഈ ബസ് കാത്തു നിൽക്കുന്നിടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള വചനം, നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, എന്നാൽ ദൈവരാജ്യം അവരുടേതാണ്, മത്തായി 5:10. അപ്പോൾ എനിക്കത് ഏറ്റവും ആപ്റ്റായിട്ട് ദൈവം തന്നെ എന്നെ ഈ ഒരു ഇപ്പം ഞാൻ നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു അഷുറൻസ് ആയിട്ട് എനിക്ക് ആ ഒരു വാക്യം വലിയ ആശ്വാസമായിട്ട് തോന്നി. എന്നിട്ട് പിന്നെ ബസ് കയറിയൊക്കെ ഇങ്ങനെ വന്ന് പിറ്റേ ദിവസം രാവിലെ ആയപ്പം രാവിലെ ഒരു 10 മണിയൊക്കെ ഏകദേശം ആയപ്പോൾ അമ്മയപ്പം ഇവിടെ ഈ കരുനാഗപ്പള്ളിയിലുള്ള ഇലക്ട്രിസിറ്റി ബോർഡിൽ തന്നെ ഇപ്പോൾ സീനിയർ സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തതിന് തൊട്ട് മുമ്പുള്ള വർഷങ്ങളും മറ്റും. അപ്പോൾ അമ്മ അങ്ങോട്ട് 10 മണിയാകുമ്പോൾ ഓഫീസിലോട്ട് ഇറങ്ങുന്ന ഒരു സമയം. അപ്പോൾ എനിക്ക് പക്ഷേ എൻ്റെ നാവൊക്കെ തരിച്ച് വരുന്നവണക്കൊക്കെ തോന്നുന്നു, എന്തോ പോലെ ശരീരമൊക്കെ എന്തോ ഒരു കൊച്ചി പിടിക്കുന്നവണക്കൊക്കെ തോന്നുന്നു. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ പ്രീ കഴിഞ്ഞതേ ഉള്ളൂ, MBBS പഠിക്കാൻ പോലും തുടങ്ങിയില്ല, എന്തേ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചി അപ്പോൾ ആ സമയത്ത് MBBS ആലപ്പുഴ മെഡിക്കൽ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ചേച്ചി ഇങ്ങനെ പെട്ടെന്ന് ഓരോരുത്തർക്ക് ഓരോ സ്ട്രോക്ക് വരുന്ന കാര്യം ഇതൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ വിളിച്ച് എനിക്ക് വല്ല എന്തെങ്കിലും പക്ഷാഘാതം അങ്ങനെ വരാൻ പോവാണ് എന്താണ്. അപ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ ഈ നാവിങ്ങനെ കല്ലിച്ച് വരുന്നവണക്ക് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ കുഴഞ്ഞ ശബ്ദത്തിൽ അമ്മയോട് പറഞ്ഞിട്ട് എനിക്ക് എന്തോ നാക്ക് ഇങ്ങനെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞ് അടുത്തുള്ളൊരു ഡോക്ടറെ ചെന്ന് കാണുകയും, ഇവിടെ അടുത്ത ഹോസ്പിറ്റലിൽ ഡോക്ടറെ ചെന്ന് കാണുകയും, അപ്പോൾ ആ ഡോക്ടറോട് അമ്മ വിശദീകരിക്കുമ്പോഴേ എനിക്ക് എന്താ കാര്യമെന്ന് മനസ്സിലാകുന്നത്. ഇത് ഞാനറിയാതെ ഒരു സെറനേസ് എന്ന് പറഞ്ഞൊരു ആൻറ്റിസൈക്കോട്ടിൻ്റെ ഒരു സിറപ്പ് ഒരു സ്പൂൺ കണ്ട് ഒഴിക്കാനാണ് ഡോക്ടർ പറഞ്ഞ. അമ്മ ഇവന് പെട്ടെന്ന് തിരിച്ച് അത് ഒഴിച്ചപ്പോൾ 2 സ്പൂണും കണ്ട് വന്നോ അതോ. അപ്പോൾ അതങ്ങ് ഇരട്ടി ഡോസിലങ്ങ് ഇട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റ് എന്നൊക്കെ നമ്മളിപ്പം ഇങ്ങനെ ഞങ്ങൾ സൈക്കാട്രി മെഡിക്കൽ ടേംസിലൊക്കെ പറയും. അപ്പോൾ ആ ഒരു മസ്കുലർ ഡിസ്റ്റോണിയ മാതിരി വന്നതായിരുന്നു, അങ്ങ് വല്ലാതെ മസിൽസ് എല്ലാം അങ്ങനെ കൊച്ചി പിടിക്കുന്നുണ്ട്. അപ്പം ആ ഡോക്ടർ അതിൻ്റെ ആൻറ്റിഡോട്ടായിട്ടൊരു ഫെനോഗൻ ടാബ്ലറ്റ് ആയിരുന്നു ഇത് തന്നത്. ശരിക്കും ഒരു ഇഞ്ചക്ഷൻ തന്നാൽ മതിയായിരുന്നു, പക്ഷേ ടാബ്ലറ്റ് ആയിരുന്നു തന്നത്. അപ്പോൾ ടാബ്ലറ്റൊക്കെ കഴിച്ചു, ടാബ്ലറ്റൊക്കെ വാങ്ങിച്ച് അന്ന് കഴിച്ചു. രാത്രി ആയിട്ട് ഉറക്കം വരുന്നില്ല. ഉറങ്ങാൻ പറ്റുന്ന വെച്ചാൽ ഇങ്ങനെ ശരീരമൊക്കെ കൊച്ചി പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. പക്ഷേ അപ്പം അങ്ങനെ കിടന്ന് വല്ലാതെ നമ്മൾ ഈ കട്ടിൽ കിടന്നങ്ങ് ഈ സ്കോം ചെയ്യുമ്പം അല്ലാതെ അങ്ങനെ ആ ഒരു സമയത്ത് പെട്ടെന്ന് തലേദിവസം ഈ ഒരു വാക്യങ്ങൾ, നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാണ്. അപ്പോൾ അത് എനിക്ക് വലിയ ആശ്വാസമായിരുന്നു. അപ്പോൾ ആ സമയത്തും ഇവരോടെല്ലാം ക്ഷമിക്കാൻ ഇവരറിയാതെ ചെയ്യുന്നതാണല്ലോ ദൈവമേ എന്ന് പറഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് തന്നെ പിന്നെ ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ വല്ലതും കൂടി വരുന്നതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി. അത് IV ട്രിപ്പായിട്ട് ഈ ഫിനോഗാൻ ഇഞ്ചക്ഷനൊക്കെ കിട്ടിയപ്പോഴത്തേക്കും പെട്ടെന്ന് കാര്യങ്ങൾ ശരിയായി. അതിൻ്റെ പിറ്റേ ദിവസം എൻട്രൻസ് റിസൾട്ട് വന്നു. ദൈവം എൻട്രൻസ് റിസൾട്ട് വരുന്നതും അത്രയെല്ലാം ഡിലേ ചെയ്ത് വെച്ചെന്ന് തോന്നി ശരിക്കും ഈ ഒരു അനുഭവത്തിലൂടെയൊക്കെ കടത്തിവിടെ. അപ്പോൾ എൻട്രൻസ് റിസൾട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ MBBS അഡ്മിഷൻ പിന്നെ താമസിയാതെ അപ്പോഴത്തേക്കും പിന്നെ പരിയാരത്ത് ഫസ്റ്റ് സയൻസ് തന്നെ ഗവൺമെൻറ് സീറ്റിൽ തന്നെ അങ്ങനെ അഡ്മിഷനൊക്കെ ആയി. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും പിന്നെ എബണ്ടൻസ് ഓഫ് ഫെലോഷിപ്പ് ആയിരുന്നു. അവിടെ ഹോസ്റ്റൽ കൂട്ടായ്മ സഹോദരങ്ങളും അപ്പോൾ അവിടെ വിശ്വാസികളുടെ സഹോദരങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ആദ്യം തന്നെ ഞാൻ ചോദിക്കുന്നത് എനിക്കൊരു ബൈബിൾ കിട്ടുമോ ഈ എന്നിട്ട് പറഞ്ഞു. റഷ്യയിലും ചൈനയിലൊക്കെ ബൈബിളൊന്നും ഇല്ലാതിരിക്കുന്ന സ്ഥലത്തുനിന്ന് വരുന്ന വിശ്വാസികൾ പെട്ടെന്ന് അവർക്കൊരു ബൈബിൾ കിട്ടുമ്പോൾ ഉള്ളൊരു ആവേശം മാതിരി ഒരു ആക്രാന്തമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അപ്പോൾ അവർ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ ഇന്ന് സന്ദീപ് എൻ്റെ ബൈബിൾ ഉപയോഗിച്ചപ്പോൾ തൽക്കാലത്തേക്ക് പറഞ്ഞ് പിന്നെ വേറൊരു ബൈബിൾ വാങ്ങിക്കുന്നതാണ് വരിക, അവരുടെ ബൈബിളൊക്കെ ഉപയോഗിക്കുകയും അപ്പോൾ അങ്ങനെ ആ ഒരു വചനത്തെ വിലമതിക്കാനൊക്കെ അങ്ങനെ പഠിക്കുകയും അതിൻ്റെ അങ്ങനെ ദൈവം ആ ഒരു കാലഘട്ടം അങ്ങനെ ദൈവം നടത്തി എന്നുള്ളതാണ്. തുടർന്നുള്ള പഠനം പിന്നെ ഈ സൈക്കാട്രി ആ ഒരു മേഖലയിലോട്ട് വരാനുള്ള സാഹചര്യം? അതെന്ന് പറഞ്ഞാൽ MBBS പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാതിരുന്ന സബ്ജക്ട്സിൽ ഒന്നായിരുന്നു സൈക്കാട്രി. എന്ന് വെച്ചാൽ സൈക്കാട്രി എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസം ഒക്കെ പുച്ഛിക്കുന്ന ആൾക്കാരെയൊക്കെ അങ്ങനെയുള്ള സൈക്കാട്രിസ്റ്റുകളെയൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇപ്പം നമ്മുടെ വിചാരം അങ്ങനെ ഒരു വിശ്വാസമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കും ഉള്ളൊരു ഫീൽഡാണ് സൈക്കാട്രി എന്നുള്ളൊരു ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സൈക്കാട്രി എന്നുള്ള ഫീൽഡിലോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ 2009 ഏപ്രിൽ മാസം 17, 18, 19 2.5 ദിവസത്തെ ഒരു ലൈഫ് റിവിഷൻ സെമിനാർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ക്രിസ്ത്യൻ സെമിനാർ കോട്ടയത്ത് മാങ്ങാനത്ത് അവിടുത്തെ
അവിടെ ഒരു സ്പിരിച്വാലിറ്റി സെൻ്റർ എന്ന് പറഞ്ഞ അവിടെ ഒരു സ്ഥലത്ത് ഒരു ഡോക്ടർ കുരുവിള വർക്കി എന്ന് പറഞ്ഞൊരു സാറ്, അദ്ദേഹം തമിഴ്നാട്ടിലെ ഒട്ടൻചത്രം ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ ഒരു സീനിയർ മോസ്റ്റ് ഫിസിഷ്യനായിട്ടുള്ള ഒരു സാറാണ്. അപ്പം സാറ് നടത്തുന്ന ഒരു ചെറിയൊരു ക്രിസ്ത്യൻ റിട്രീറ്റ് മതിയായിരുന്നു. അപ്പം ഞാൻ അവിടെ ഒരു 2.5 ദിവസത്തെ റിട്രീറ്റൊക്കെ പങ്കെടുത്ത്, അപ്പോൾ അതിൻ്റെ അവസാനത്തെ ദിവസം ഞാൻ ഈ KV സാറിനോട്, കുരുവിള സാറിനോട് ചെന്ന് സംസാരിക്കുക. ഒരു 19-ാം തീയതി ഏപ്രിൽ മാസം 2009 ഏപ്രിൽ മാസം 19-ാം തീയതി ഒരു ഞായറാഴ്ച അത് ഈ മീറ്റിങ്ങെല്ലാം കഴിച്ച് സാറിനോട് ഇന്ന് സംസാരിക്കുമ്പോൾ സാർ എന്നോട് ചോദിച്ചു, സന്ദീപ് സാറ് എന്നെ നേരത്തെയും പരിചയമുണ്ട്. വെച്ചാൽ സാറ് പരിഹാരത്തൊക്കെ ആയിരുന്ന സമയത്തും പല റിട്രീറ്റിനുമൊക്കെ ഞങ്ങളുടെ ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പ് CMF മെഡിക്കൽ സ്റ്റുഡൻസിനിടയിലുള്ള ഫെലോഷിപ്പിലൊക്കെ സാർ ഇടയ്ക്ക് വരികയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം സാറ് ചോദിച്ചു, സന്ദീപ് എന്ത് സ്പെഷ്യലൈസ് ചെയ്യാനാണ് സന്ദീപിന് താല്പര്യം? അപ്പം ഞാൻ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ സബ്ജക്ട്സ് ആയിരിക്കും സാറേ. അപ്പോൾ എൻ്റെ മനസ്സിൽ മെഡിസിനോ പീഡിയാട്രിക്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫീൽഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സാറ് പറഞ്ഞു, വൈ നോട്ട് സൈക്യാട്രി? അപ്പോൾ സൈക്യാട്രി എന്ന് പറയുമ്പോഴേ നമുക്ക് ഈ എന്തോ ഒരു നോസിയേറ്റിംഗ് ഫീലിംഗ് അതിനോട് ഇഷ്ടമല്ലാത്തൊരു ഫീൽഡ്. അപ്പോൾ സാറ് പറഞ്ഞ് ക്രിസ്ത്യൻ കൗൺസിലിങ്ങിനൊക്കെ ഒത്തിരി നീടുള്ളൊരു സമയം. അപ്പം ഞാൻ മനസ്സിലിങ്ങനെ പറഞ്ഞ്, ദൈവത്തിന് ക്രിസ്ത്യൻ കൗൺസിലിങ്ങിന് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് താല്പര്യമുള്ള ആരെങ്കിലും വിളിച്ചോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഉള്ളിൽ പറഞ്ഞു. പക്ഷേ സാർ ഇത്ര സീനിയർ ആയിട്ടുള്ള ആളായിട്ട് നമ്മൾ പറഞ്ഞു, സാറേ എനിക്ക് സൈക്യാട്രിയിൽ നിന്ന് അത്ര വലിയ എക്സ്പോഷർ ഒന്നുമില്ല. അപ്പോൾ സാർ പറഞ്ഞു, സാറ് വിടാൻ പാവില്ല. സാർ പറഞ്ഞു, വേണമെങ്കിൽ അപ്പോൾ അവിടെ ഒട്ടൻചത്രത്ത് ഡോക്ടർ സുശീൽ തെരീനൊക്കെ ഉണ്ട്, അവിടെ ഒന്ന് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു, ഞാനെന്തായാലും ഒന്ന്, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്നൊന്ന് മാറ്റണമെങ്കിൽ നമുക്ക് പറയാം, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ഒഴിവ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ഞാൻ പ്രാർത്ഥിക്കുക സാറേ, അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒന്ന് പിരിഞ്ഞ് ഞാനിപ്പോൾ തിരിച്ച് കോട്ടയത്തു നിന്ന് കരുനാഗപ്പള്ളിലോട്ട് ട്രെയിൻ കയറി വരുമ്പം, അപ്പോൾ അന്ന് വൈകിട്ട് ഇവിടെ ഈ ചവറയിലുള്ളൊരു അരവിന്ദ് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി എടുക്കാൻ വേണ്ടി, അന്നിങ്ങനെ ഓരോ ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ മാറി ഡ്യൂട്ടിയൊക്കെ എടുക്കുക. അപ്പം ഡ്യൂട്ടി എടുക്കാൻ വേണ്ടി സൺഡേ നൈറ്റ് കാഷ്വാലിറ്റി എടുക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു യാത്രയിലൊക്കെയാണ്, ടയേർഡ്, അപ്പോൾ ഇന്ന് വരാൻ പറ്റത്തില്ല, വേറെ ആരും ഇന്നില്ല, അപ്പോൾ സാറിന്ന് വന്നാലേ പറ്റത്തുള്ളൂ, കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഇനി വരണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ട്രെയിൻ കയറി ഇങ്ങനെ കരുനാഗപ്പള്ളി വന്ന് ഡിന്നർ കഴിക്കാൻ പോലും സമയമില്ലായിരുന്നു. ഡിന്നർ നേരത്തെ പാക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞ് ഡിന്നറും പാക്ക് ചെയ്തുകൊണ്ട് ഈ ചവറയിലെ അരവിന്ദ് ഹോസ്പിറ്റലിലോട്ട് ചെന്ന് അവിടെ ഹെവി കാഷ്വാലിറ്റി ആയിരുന്നു, ഒത്തിരി പേഷ്യൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എനിക്ക് ആഹാരം കഴിക്കാൻ തന്നെ പറ്റിയത് രാത്രി 12:30 ആയപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും 12:30 കഴിഞ്ഞ് പിന്നെ ഒരു 1:15 ആയപ്പോഴാണ് ഡ്യൂട്ടി ഡോക്ടേഴ്സ് റൂമിലോട്ട് ഞാൻ തിരിച്ച് വരുന്നത്. അപ്പം നമ്മൾ ഫിസിക്കലി ഒത്തിരി ടയേർഡാണ്, ഈ ഒത്തിരി യാത്രയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്. എന്നാൽ സ്പിരിച്വലി ഈ റിട്രീറ്റ് കഴിഞ്ഞ് ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പം ഞാൻ 1:15 രാത്രി ആയെങ്കിലും കസേരയിലെ കാലൊക്കെ വെച്ച് ഇങ്ങനെ കസേരയിലിരുന്ന് കട്ടിലെ കാലൊക്കെ എടുത്ത് വെച്ച് ഞാൻ കുറച്ച് നേരം ഇരുന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാനും കുറച്ച് ജസ്റ്റ് ഡിലൈറ്റ് അവർസെൽസ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. നമ്മളെന്തോ സ്പെസിഫിക്കായിട്ട് ഇന്ന കാര്യം വേണമെന്ന് പ്രാർത്ഥിക്കാനൊന്നുമല്ല, ദൈവത്തിന് മുമ്പിലൊന്ന് കർത്താവിനെ ഒന്ന് ആരാധിക്കാനും കർത്താവിനെ ഒന്ന് സ്തുതിക്കാനും കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങനെ ജസ്റ്റ് സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ മുമ്പിലുള്ള വൈറ്റ് വാഷ്ഡ് വോളിൽ കുറേ ആൾക്കാരെ കാണുമോ, ഒരു വിഷൻ കാണുമോ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു 3-4 പ്രാവശ്യം കണ്ടി അങ്ങനെ ഒരു വിഷൻ്റെ അനുഭവം ഉണ്ടായിട്ടില്ല. ഇതൊരു 2ാമത്തെ അനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ പാവം പിടിച്ച ആൾക്കാർ നിലത്തിരുന്ന് കരയുന്ന രംഗമോ കാണുന്നത്. ഒരു 10-60 വയസ്സുള്ള ഒരാൾ, ഒരു 6-7 വയസ്സുള്ളൊരു പെൺകൊച്ച്, അവരുടെയൊക്കെ മുഖം കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇവരോടുള്ള മനസ്സിൽ വലിയൊരു ഭാരവും കമ്പാഷനും അവരോടുള്ളൊരു മനസ്സിലും നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയ്ക്കുകയും ദൈവത്തിന് എന്നിലൂടെ അവരെ ടച്ച് ചെയ്യണം എന്നുള്ളൊരു ഉള്ളാലൊരു പ്രേരണയും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് സൈക്യാട്രി എന്നുള്ള ഫീൽഡ് ഹൃദയത്തിലേക്ക്, അതുവരെ എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന ആ ഫീൽഡ് പെട്ടെന്ന് അതിലൊരു ഇൻട്രസ്റ്റ് ഇരുന്ന് അതുപോലെ എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞു. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇത് അങ്ങയുടെ ഇഷ്ടമാണോ ഈ സാറ്? അപ്പോൾ ഇത് രാത്രി 1:15 നടക്കുന്നെങ്കിൽ ഉച്ചയ്ക്ക് 1:15, അതിൻ്റെ 12 മണിക്കൂർ മുമ്പ് ഉച്ചയ്ക്ക് 1:15 കുരുവിള സാറിനോട് സംസാരിച്ചിറങ്ങിയത്. അപ്പോൾ ഇത് ദൈവമേ അവിടുത്തെ ഇഷ്ടമാണെങ്കിൽ അവിടുന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി തരണം എന്ന് പറഞ്ഞാൽ, ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മളെപ്പോഴും വചനത്തിലോട്ടാണല്ലോ നോക്കുന്നത്. അപ്പോൾ ഞാൻ ബൈബിൾ എടുത്തപ്പം ബൈബിള് ഇങ്ങനെ അവിടെ കട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ബൈബിൾ എടുത്ത് ഞാൻ ഏതെങ്കിലും ഒരു ദൈവം ലീഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പോർഷനിലോട്ടൊന്ന് വായിക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ബൈബിൾ ഇത് തുറക്കുമ്പം പെട്ടെന്ന് യെശയ്യാവ് 50-ാം അധ്യായത്തിന് 2ാമത്തെ വാക്യമായിരുന്നു അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ ബൈബിളിലെ ആദ്യത്തെ വാക്യം. അപ്പം വൈ ഡിഡ് നോ വൺ കം ഈവൻ വെൻ ഐ കോൾ, ഞാൻ വിളിച്ചിട്ടും ആരും വരാത്തത് എന്ത്? അപ്പോൾ എന്ത് ദൈവത്തിൻ്റെ എന്തോ ഒരു വിളി മാതിരി പെട്ടെന്നൊരു ഉള്ളാൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആ ഒരു ശക്തിയെക്കുറിച്ചൊക്കെ, പരമാധികാരത്തെ ശക്തിയെക്കുറിച്ചൊക്കെ പറയുന്ന വേഴ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ 4ാമത്തെ വേഴ്സ്, ദ ലോർഡ് ഗോഡ് ഹാസ് ഗിവൺ മീ എ ടങ് ഓഫ് എ ഡിസൈപ്പിൾ. കർത്താവ് എനിക്ക് ക്ഷീണിതന് ഒരു വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ കൗൺസിലിങ്ങിനെ കുറിച്ചുള്ള ഏറ്റവും ബെസ്റ്റ് വേഴ്സ് ഇൻ ദ ബൈബിൾ ഞാൻ കാണുന്ന ഈ വേഴ്സാണ്. അത് ക്ഷീണിച്ചിരിക്കുന്നതിന് ഒരു വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് കർത്താവ് നമുക്ക്
ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു എന്നുള്ള അത് യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനവാക്യം അത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് മതിയായിരുന്നു. ഞങ്ങൾ ഈ സൈക്കാട്രി എന്ന് പറയുമ്പോൾ ഷോക്ക് ട്രീറ്റ്മെൻറ്റും ECT ഒക്കെ ഉള്ള ഫീൽഡാണല്ലോ. അപ്പോൾ എനിക്ക് ദൈവം തരുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് മതിയായിരുന്നു. പെട്ടെന്ന് ഇത് നമ്മൾ സൈക്കാട്രി എന്നുള്ള ഫീൽഡ് പെട്ടെന്നൊരു ഇൻട്രസ്റ്റ് വരുന്നു, പെട്ടെന്ന് ഇത് വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് അവനെന്നെ രാവിലെ തോറും ഉണർത്തുന്നു. അതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കുന്നതിൻ്റെ ഒരു 3 ദിവസം മുമ്പും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ഞാൻ സാധാരണയൊക്കെ അലാം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മളൊന്ന് സ്നൂസ് ചെയ്ത് കുറച്ചുകൂടെ നേരം കിടക്കുന്ന നമ്മൾ ഈ കഴിഞ്ഞ ഇത് സംഭവിക്കുന്നതിന് 3 ദിവസം ആ കഴിഞ്ഞ പ്രീവിയസ് 3 ദിവസങ്ങൾ രാവിലെ അങ്ങ് 3 മണിക്ക് 4 മണിക്കൊക്കെ അങ്ങ് ഉറക്കം ഉണർന്നിട്ട് ദൈവം തന്നെ വിളിച്ച് എഴുതിയിരിക്കുന്ന ഉറക്കം ഉണർന്നിട്ട് പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റാതെ വണ്ണം ഫ്രഷായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ കുറേ സമയം ഇരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒത്തിരി നേരം ഇരുന്ന് വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടൊക്കെയുള്ള അനുഭവങ്ങളായിരുന്നു. ഈവൻ ഇത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം രാവിലെയും ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ആ ദിവസം അങ്ങനെ ഒരു അനുഭവങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവം തന്നെ സംസാരിക്കുക. പിന്നെ താഴോട്ടുള്ള വാക്യങ്ങളുമൊക്കെ അത് കഴിഞ്ഞിട്ട് നിന്ന് സഹിക്കേണ്ടി വരുന്ന കാര്യമൊക്കെയും അത് ഞാൻ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാനത് വീട്ടിൽ ചെന്ന് എനിക്ക് സൈക്കാട്രി സബ്ജക്റ്റ് സ്പെഷ്യലൈസ് ചെയ്യാൻ താല്പര്യം എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പേരൻസിന് വല്ലാതെ ദേഷ്യം വരും. നീ അത് ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കും ഒരു അവജ്ഞ മാതിരിയൊക്കെ. പക്ഷേ ഇപ്പോൾ അവർക്കെല്ലാം മാറി കേട്ടോ, ആറ്റിറ്റ്യൂഡെല്ലാം മാറി. അവർ പറഞ്ഞു ഇതെടുത്ത് നന്നായി ഏറ്റവും നല്ല ഫീൽഡെന്ന് അവർ ഇപ്പോൾ അത് ദൈവം അത് അറ്റസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്കറിയാം. പക്ഷേ അന്ന് ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈവൻ ഞാൻ രാവിലെ അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ ഈ കുരുവിളവർക്ക് സാറിനെ തന്നെ രാവിലെ വിളിക്കുമ്പം സാറപ്പം പറയുമായിരുന്നു, ഞാനിപ്പം സന്ധ്യയെക്കുറിച്ച് വൈഫിനോട് പറഞ്ഞതേ ഉള്ളായിരുന്നു. ഞാൻ ഈ കാര്യം വിഷ്ണൊക്കെ പറഞ്ഞപ്പോൾ സാറിനെ സന്തോഷം സാർ പറഞ്ഞപ്പം ഞാൻ CMC വെല്ലൂരെ കാണാൻ NON-PG ആയിട്ടൊക്കെ ചെന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ അങ്ങനെയുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം ആയപ്പം ഞാൻ എൻ്റെ ഒരു സ്പിരിച്വൽ ഫാദറായിട്ട് കരുതുന്ന ഒരു ജോജി ടി സാമുവൽ എന്ന് പറഞ്ഞൊരു ബ്രദർ കോട്ടയത്തുണ്ട്. അപ്പം മനോരമയിൽ എഡിറ്റോറിയൽ സീനിയർ എഡിറ്ററായിട്ടൊക്കെ റിട്ടയർ ചെയ്ത് നമ്മുടെ CFC ചർച്ചസിൻ്റെയൊക്കെ കേരള ഒരു ഓവർസീ ചെയ്യുന്ന ജോജി ബ്രദറിനെ ഞാൻ അന്ന് വൈകിട്ട് ഞാൻ പറഞ്ഞ 2009 ഏപ്രിൽ 20-ാം തീയതിയിലത്തെ കാര്യം പറയുന്നത്, തിങ്കളാഴ്ച വൈകിട്ട്. അപ്പം ഞാൻ ജോജി ബ്രദറിനെ വിളിച്ച് നമ്മളുടെ ഒരു ആത്മീയ പിതാവ് എന്നുള്ള നിലയിൽ ബ്രദറിനോട് ഇങ്ങനെ ഒരു വിഷൻ്റെ അനുഭവമൊക്കെ ഉണ്ടായി വേറെ. അപ്പം ബ്രദർ കേട്ടിട്ട് പറഞ്ഞ് സാധാരണ ഇതുപോലെ ആൾക്കാർ ഈ വിഷൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് കുറച്ച് സ്കെപ്റ്റിക്കലാണ്, പക്ഷേ ഇത് പറഞ്ഞപ്പോൾ സന്ധ്യ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ആത്മാവിൽ വളരെ സ്വാതന്ത്ര്യം തോന്നി. ഈ കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ 3 ഫാമിലീസ് ഇതുപോലെ പല സമയത്തായിട്ട് എൻ്റെ ഇടയ്ക്ക് വന്ന് ഓരോ കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ഇതിന് പ്രൊഫഷണൽ സൈക്കാട്രിക് ഹെൽപ്പ് വേണം എന്നുള്ള ആ വാക്ക്, പ്രൊഫഷണൽ സൈക്കാട്രിക് ഹെൽപ്പ് എന്നുള്ള ആ വാക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച 3 തവണ യൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എവിടെയാണെന്ന് വെച്ചാൽ ചെന്ന് പഠിച്ചിട്ട് ഇങ്ങോട്ട് പോകാം, കേരളത്തിൽ നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട് എന്നുള്ള കാര്യം പറയുക. അങ്ങനെ ബ്രദർ എൻകറേജ് ചെയ്യും. അങ്ങനെ പിന്നെയാണ് ഞാൻ CMC വെല്ലൂർ ചെന്ന് NON-PG ആയിട്ട് NON-PG ആയിട്ട് ഇന്ന് ജോയിൻ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ അപ്പം വേക്കൻസി ഇപ്പം ഫില്ലായി പോയതേ ഉള്ളൂ, ഇനിയിപ്പം വേക്കൻസി വരണമെങ്കിൽ 1 വർഷം ആവും എന്നൊക്കെ പറയുന്നു. എന്നാൽ 1 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ കുരുളവർക്ക് സാർ എന്നെ വിളിച്ച് പറയുന്നു, സന്ദീപ് അവിടെ ഓൾറെഡി അപ്പോയിൻമെൻറ്റ് ലെറ്ററൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു സാറല്ലേ പറഞ്ഞു 1 വർഷം ആവുമെന്ന്. അപ്പം എങ്ങനെ വേക്കൻസിയൊക്കെ വന്നു, സന്ദീപ് എന്തെങ്കിലും ജോയിൻ ചെയ്താൽ മതി. അപ്പം ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്യുമ്പോൾ അറിയുന്ന എക്സാക്ട്ലി ആ സമയത്ത് തന്നെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടൊരു സാറ് അപ്പം സബാറ്റിക്കൽ ലീവിന് ഓസ്ട്രേലിയയിലേക്ക് പോയി ആ വേക്കൻസി അവരെ NON-PG ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പം ദൈവത്തിൻ്റെ ടൈമിംഗ് എല്ലാം വളരെ എക്സാക്റ്റ് ആയിട്ട് അവിടെ പോയി പിന്നെ NON-PG ആയിട്ട് വർക്ക് ചെയ്ത് പിന്നെ അവിടെ തന്നെ എൻട്രൻസൊക്കെ എഴുതി DPM MD ഒക്കെ കഴിഞ്ഞ് 2017 പിന്നെ ഒരു കരിഗിരി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മിഷൻ ഹോസ്പിറ്റൽ വെല്ലൂരിനോട് ചേർന്നൊരു മിഷൻ ഹോസ്പിറ്റൽ 3 വർഷമൊക്കെ വർക്ക് ചെയ്ത് 2018 തിരിച്ച് ഇവിടെ സ്വന്തം ദേശമായിട്ടുള്ള കരുനാഗപ്പള്ളിയിൽ വന്നതും പിന്നെ ഇവിടെ തന്നെ അങ്ങ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം ഇവിടെ ഡിസ്ട്രിക്ട് മാനേജർ പ്രോഗ്രാമിലൊക്കെ കുറച്ച് നാൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ ക്ലിനിക്കിൽ അങ്ങ് കുറച്ച് തിരക്ക് കൂടിയപ്പോഴത്തേക്ക് പിന്നെ അത് ഞാനങ്ങ് റിസൈൻ ചെയ്ത് വീട്ടിലെ ക്ലിനിക്ക് ഞാനങ്ങ് ഫോക്കസ് ചെയ്യുകയും പിന്നെ അടുത്തൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുകയും അങ്ങനെ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഓഫ്ലൈൻ കൺസൾട്ടേഷൻസൊക്കെ ആയിട്ട് ദൈവം ഇത്രയൊക്കെ നടത്തി. ആ ഒരു കർത്താവിൻ്റെ ഒരു വിശ്വസ്തത ഇപ്പം തിരിഞ്ഞു നോക്കുമ്പം എല്ലാം കർത്താവിൻ്റെ ഒരു പ്ലാനായിരുന്നു, നമ്മുടെ പ്ലാനല്ല. ദൈവത്തിൻ്റെ പ്ലാൻ ഏറ്റവും മനോഹരമായിട്ട് ദൈവം നടത്തി. പഠനമൊക്കെ കഴിഞ്ഞ് അല്ലേ അവിടുത്തെ സൈക്കാട്രി കഴിഞ്ഞ് ഇപ്പം കരുനാഗപ്പള്ളിയിലാണ് സാർ ഫാമിലി ആയിട്ട് അല്ലേ? മാഡം കുഞ്ഞുങ്ങളൊന്ന്. അതെ ശ്രീകലയാണ് എൻ്റെ വൈഫ്. ആ മാരേജിൻ്റെ കാര്യം അതൊരു വലിയ ടെസ്റ്റിമണി. ഒരു പക്ഷേ ശ്രീകല ടെസ്റ്റിമണി പറയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പറയുമായിരിക്കും. മാരേജിൻ്റെ കാര്യത്തിലൊക്കെ ഞാനും ശ്രീകലയൊക്കെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെങ്കിലും മാരേജിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് എൻ്റെ ഫാമിലി എന്നൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങ് ഓക്കെ ആയിരുന്നു. നിൻ്റെ ഇഷ്ടപ്രകാരം നീ അങ്ങ് മാരേജ് ചെയ്താലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അല്ലാതെ ജോത്സ്യവും ബാക്കിയൊക്കെ പ്രകാരമൊക്കെ ആണെങ്കിൽ ഞാൻ ഒരിക്കലും കൂട്ട് നിൽക്കത്തില്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാം, അച്ഛനും അമ്മയ്ക്ക് അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ
അവർ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് അവർ ഓക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ എങ്കിലും ശ്രീകലയുടെ ഒരു പ്രപ്പോസൽ, പല പ്രപ്പോസൽസൊക്കെ വന്നു. പക്ഷേ ശ്രീകലയുടെ പ്രപ്പോസൽ വന്നപ്പോൾ എനിക്ക് ദൈവം അതുപോലൊരു ഫ്രീഡവും കാര്യങ്ങളും ക്ലാരിറ്റിയും ഒക്കെ തന്നു. പക്ഷേ ശ്രീകലയുടെ പേരൻസിന് പക്ഷേ ഭയങ്കര എതിർപ്പായിരുന്നു. ഇപ്പം പക്ഷേ അവർ വളരെ സന്തോഷമായിട്ടോ. പക്ഷേ ഇപ്പോൾ ഇപ്പം ദേ ആർ വെരി ഹാപ്പി. പക്ഷേ ആ സമയത്ത് മാരേജിന് വലിയ എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രീകലയും വീട്ടുതടങ്കലിൽ വെക്കുന്നതും അതുപോലെ ഒത്തിരി പ്രശ്നത്തിലൂടെയൊക്കെ പോകുന്ന കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് വളരെ സീക്രട്ടീവായിട്ട് നമ്മുടെ ചർച്ചിലെ എൽഡേഴ്സ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് ഞങ്ങളുടെ ഈ പഴയ വീട്ടിലെ ആ ഹോളി വെച്ച് തന്നെ മാരേജ് നടക്കുന്നത്. പിന്നീടാണ് പിന്നെ വലിയൊരു എന്നൊരു റിസപ്ഷനൊക്കെ നടത്തുന്നത്. വെച്ചാൽ അതുപോലെ ഒരു പ്രശ്നങ്ങളും അതുപോലെയൊക്കെയുള്ളൊരു കാര്യങ്ങളിലോട്ടൊക്കെ ഹേബിയസ് കോപ്പസ് ഒക്കെ ഫയൽ ചെയ്യേണ്ട വരുമോ, റിയലി അങ്ങ് വീട്ടുകിടങ്ങിലാക്കുന്നോടൊക്കെ ആക്കി കളഞ്ഞ് വീട്ടുകാർ അവരുടെ സ്നേഹത്തിലാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ അറിയാൻ പറ്റാതെ കൊണ്ടങ്ങ് ആയിപ്പോയി. അപ്പം വനിതാ കമ്മീഷനിലൊക്കെ പരാതിയൊക്കെ കൊടുത്തിട്ടൊന്നും ആക്ഷനൊന്നും ഇല്ല. പിന്നെ ഹൈക്കോടതിയിൽ വല്ല ഹേബിയസ് കോപ്പസ് ഫയൽ ചെയ്യുന്ന ആ ഒരു തലത്തിലേക്ക് എത്തുന്ന സമയത്ത് പെട്ടെന്ന് ശ്രീകലയുടെ ഒരു കോൾ വരുന്നത്. ശ്രീകല ഇപ്പം വർക്ക് ചെയ്യാൻ അവർ അനുവദിച്ചു. അപ്പം പിന്നെ പ്രൊസീഡ് ചെയ്ത് അങ്ങനെ 2013 ഒക്ടോബർ 8 തീയതിയായിരുന്നു ഞങ്ങളുടെ വിവാഹം. ഈവൻ വിവാഹത്തിൻ്റെ കാര്യം പറയുമ്പം ഞങ്ങളുടെ പേരൻസ് അപ്പോഴത്തേക്കും രണ്ടുപേരും ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഫാമിലി ആയതുകൊണ്ട് അവർ ജാതകമൊക്കെ കൈമാറിയിട്ട് അവർ ജ്യോത്സ്യനെയൊക്കെ നോക്കിയിട്ട് അവർ പറഞ്ഞു, അയ്യോ ഈ ജാതകങ്ങൾ ഒരിക്കലും ചേരത്തില്ല, ഇത് സ്ത്രീകൾക്ക് രജ്ജുദോഷമുണ്ട്, വേദദോഷമുണ്ട്, ചൊവ്വാദോഷമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ കെട്ടിയാൽ ഒരു വർഷത്തിനുള്ളിൽ ഒന്നാവും എന്ന് വെച്ചാൽ ഒരാൾ മരിക്കും എന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കല്യാണം കഴിച്ച് ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ 4 ദിവസം മുമ്പ് ഞങ്ങൾ ഒന്നാവും അല്ല 4 എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇരട്ട പെൺകുഞ്ഞുങ്ങൾ അത്രയും ജ്യോത്സ്യം ഉണ്ടായി. പിന്നെ ഏറ്റവും ഉള്ളൊരു മോളിപ്പം പ്രാർത്ഥനയുണ്ടായി. അപ്പം അങ്ങനെ ആദ്യമൊക്കെ എതിർത്തുന്ന സ്ത്രീകളുടെ പേരൻസിന് ഇപ്പം അവർ ഏറ്റവും വളരെ സന്തോഷിക്കുന്നു. അവരും അഭിമാനിക്കുന്നു നമ്മളെക്കുറിച്ച്. അപ്പം എന്നെ മാനിക്കുന്നതിനെ ഞാൻ മാനിക്കും എന്നുള്ള ഒരു 1 ശമൂവേൽ 2:30 ദൈവത്തിൻ്റെ വചനം, അത് മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനം. സ്ത്രീകളെ ഹെൽത്ത് സർവീസിൽ ഗവൺമെൻറ് ഡോക്ടറാണ്. ഹെൽത്ത് സർവീസിൽ ഇവിടെ അഴീക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യും. കുഞ്ഞുങ്ങളെ 5ാം ക്ലാസ്സിലെ ട്വിൻസ്, ഇളയാൾ 1ാം ക്ലാസ്സിൽ ഇവിടെ അടുത്ത് ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്നു. ദൈവം എല്ലാ അനുഗ്രഹമായിട്ട് നടത്തുന്നു. പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നല്ലേ? ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഞാനിപ്പം ആയിരിക്കുന്ന ചർച്ച് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച്, CFC ചർച്ച്, ബ്രദർ സാക്പുനിൻ്റെ ലീഡർഷിപ്പിലുള്ള ചർച്ചസ്. ഇപ്പം ഇവിടെ കായംകുളത്തുള്ള CFC ചർച്ചിൻ്റെ എൽഡറായിട്ട് അവിടെ ചർച്ച് ലീഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. നമ്മുടെ മെസ്സേജസൊക്കെ CFC കായംകുളം എന്നൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ CFC കായംകുളം, പിന്നെ അല്ലാതെ വേറെ പലയിടത്തും ഒക്കെ പറയുന്ന മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചും സൈക്കാട്രിയെ കുറിച്ചുള്ള പല ടോക്സും കാര്യങ്ങളുമൊക്കെ ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളി എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഡോക്ടർ സന്ദീപ് സൈക്കാട്രിസ്റ്റ് കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ആത്മീയമായിട്ടും പിന്നെ ഈ ഒരു സൈക്കാട്രി റിലേറ്റഡ് ആയിട്ടുമൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ദൈവം നടത്തുന്ന ദൈവം തരുന്ന ഓപ്പർച്യൂണിറ്റീസിൽ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന എനിക്ക് നമ്മുടെ ക്രൈസ്റ്റ് ബ്ലെസ്സസ് ചാനലിലെ പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏതൊരവസ്ഥയിൽ കർത്താവിനെ ഓൾറെഡി അറിഞ്ഞിട്ടുള്ളവർ എന്നെ കേൾക്കുന്നുള്ളവരുണ്ടായിരിക്കും, ഇനിയിപ്പം കർത്താവിനെ അറിയാത്തവരും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഏതൊരവസ്ഥയിലിരുന്നാലും നമ്മൾ ഉള്ള അവസ്ഥയിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് അങ്ങ് വന്ന് നമ്മളുടെ ആ ഒരു പാപാവസ്ഥ, നമ്മളുടെ ഇല്ലായ്മ, നമ്മളുടെ ആ ഒരു നമ്മൾ പാപത്തിൽ നഷ്ടപ്പെട്ട അവസ്ഥ കർത്താവിനോട്, നമ്മുടെ ഒന്നുമില്ലായ്മ കർത്താവിനോട് അങ്ങ് ഏറ്റുപറഞ്ഞ്, നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ അങ്ങ് നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാമായിട്ട് അങ്ങ് സ്വീകരിക്കുകയാണെങ്കിൽ, നമ്മളുടെ പാപങ്ങളിൽ നിന്നൊക്കെ വിട്ടുതിരിഞ്ഞ്, നമ്മുടെ സ്വന്തം വഴികളിൽ നിന്ന് വിട്ടുതിരിഞ്ഞ് കർത്താവ് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമല്ല അവിടുത്തെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഒരു വട്ടപൂജ്യമായിട്ട്, ഒരു സീറോവായിട്ട് നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തി കർത്താവിനെ അങ്ങ് ഏൽപ്പിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഉടമസ്ഥാവകാശം യേശുവിനെ അങ്ങ് ഏൽപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ വലിയ സമാധാനവും സന്തോഷമൊക്കെ കൊണ്ട് നിറയ്ക്കും. ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സമാധാനം, ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനം യേശു പറയുന്നുണ്ട്. അപ്പം യോഹന്നാൻ 14:27 അത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനം നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വലിയ ദിവ്യ സമാധാനത്താൽ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ, ദൈവം നടത്തട്ടെ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമ്മളെ ഭൗതിക ആത്മീയമുള്ള ആവശ്യങ്ങളും എല്ലാം കർത്താവ് അറിയുന്നു. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ച് വീണ്ടും എല്ലാം കൂടെ കൊടുക്കുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. യേശുവിന് നമ്മുടെ ജീവിതത്തിൽ 1ാം സ്ഥാനം കൊടുത്ത് കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ എല്ലാമായിട്ട് കർത്താവിൻ്റെ വഴികളിലേക്ക് നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ചാൽ നമുക്ക് വേണ്ടുന്നതെല്ലാം കർത്താവ് ചോദിക്കുന്ന നിലയ്ക്കുന്നതിൽ അത്യന്തപരമായിട്ട് കർത്താവ് നൽകും. എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും ആ ഒരു യേശുവിലുള്ള ആ ഒരു സത്യമായിട്ടുള്ള രക്ഷയുടെ അനുഭവവും, ആ കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യത്വത്തിൻ്റെ അനുഭവവും, ആ ഒരു കർത്താവിനെ അനുഗമിക്കുന്നതിലുള്ള ആ ഒരു വലിയ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും കരഗതമാകട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് അനുഭവമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മോട് വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം സാർ ഷെയർ ചെയ്തു, വളരെ സന്തോഷം.
സാറിൻ്റെ മിനിസ്ട്രികളെയും പ്രവർത്തനങ്ങളൊക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രേക്ഷകരോട് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ഷെയർ ചെയ്ത സാറിന് വളരെ നന്ദി. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് ഒത്തിരി നന്ദി, ഒത്തിരി സന്തോഷം. സാറിനെയും ടീമിനെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ സാർ, താങ്ക് യു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവ സാക്ഷ്യമാണ് ഇന്ന് നമ്മൾ കേൾപ്പാനിടയായി തീർന്നത്. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിനും വിടുതലിനും ജീവിതത്തിലൊരു വഴിത്തിരിവിനും കാരണമായി തീരട്ടെ. യേശുവിൽ വിശ്വസിക്കുന്ന ആരെയും ഈ കർത്താവ് ഒരു നാളും കൈവിടുന്നില്ല. യേശു വിളിക്കുന്നത് എങ്ങനെയാണ്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. പ്രിയ സാറിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങളുടെ ജീവിതത്തിലും ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തിൽ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.